ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. കുചേലോപാഖ്യാനം വരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഉച്ചയ്ക്ക് മുമ്പ് പ്രഭാഷണം ചെയ്ത് നിർത്തിയത്. അതിനുശേഷം കഥ തുടർന്നു കൊണ്ടുപോകുമ്പോൾ അടുത്ത 2-3 അധ്യായങ്ങളിലായിട്ട് ഭഗവാൻ ഒരു സൂര്യഗ്രഹണ ദിവസം ചെമന്തപഞ്ചകം എന്ന തീർത്ഥസ്ഥാനത്ത് വൃഷ്ണിമാരെയും യാദവന്മാരെയും ഗോകുലവാസികളായിട്ടുള്ള ഗോപിഗോപന്മാരുമായി അവിടെ എല്ലാവരും ഒത്തുചേർന്നതായിട്ടുള്ള ഒരു കഥയെയാണ് വിവരിക്കുന്നത്. ഒരുപാട് പാപങ്ങളും പാപകർമ്മങ്ങളും ഒക്കെ ചെയ്തതിൽ നിന്ന് മുക്തി നേടാനായിട്ട് ഭഗവാൻ പുത്രകളത്ര ധരാദികളെയെല്ലാം കൊണ്ട് ചെമന്തപഞ്ചക തീർത്ഥത്തിലേക്ക് പോകുന്നു. അവിടെ വൃഷ്ണി വംശജരെ എല്ലാവരും എത്തിച്ചേരുന്നു. അതേമാതിരി തന്നെ ഗോകുലത്തിൽ നിന്നും നന്ദഗോപരെ, യശോദാമ്മ, രോഹിണി മാതാവ് എല്ലാവരും അവിടെ എത്തിച്ചേരുന്നു. ഏതാണ്ട് 11ാമത്തെ വയസ്സിൽ ഭഗവാൻ മധുരയ്ക്ക് വന്നതിൽ പിന്നെ ഒരു 85-90 വയസ്സൊക്കെ ഏതാണ്ട് ആയിട്ടുണ്ടാവും ഭഗവാന്. ആ സമയത്താണ് ചെമന്തപഞ്ചകത്ത് വീണ്ടും യശോദാ മാതാവിനെയും രോഹിണി മാതാവിനെയും നന്ദഗോപരെയും ഗോപന്മാരെയും ഗോപികളെയും ഒക്കെ ഭഗവാൻ കാണുന്നത് എന്ന് പറയാം. അവിടെ ഭഗവാൻ സപരിവാരത്തോടു കൂടി എത്തുന്നുണ്ട് എന്ന് പറഞ്ഞ ജ്ഞാനത്താൽ അറിഞ്ഞ അന്നുണ്ടായിരുന്ന പല ഋഷി പ്രമുഖന്മാരും പല ഋഷികളും ഇത് അവിടേക്ക് എത്തിച്ചേരുന്നു. അവരെല്ലാവരും കൂടി നടത്തുന്ന സല്ലാപങ്ങൾ ആണ് മുഖ്യമായിട്ടുള്ള ഒരു വിഷയം. അതിൽ വസുദേവര്, കുന്തി അവർ തമ്മിലുള്ള സംഭാഷണം, പിന്നീട് ഭഗവാൻ ഗോപികമാരുമായിട്ടുള്ള സംഭാഷണങ്ങൾ, ഭഗവാന്റെ പത്നിമാരോട്, അഷ്ടമഹിഷിമാരോട് ദ്രൗപദി ഭഗവാനെ പറ്റി ചോദിക്കുന്നതും അവരെ ഭഗവാനെ പറ്റി, അതായത് അവരെങ്ങനെയാണ് വിവാഹം കഴിച്ചത് ഭഗവാനെ മുതലായിട്ടുള്ള അവരുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് ദ്രൗപദി മാതാവിന് പറഞ്ഞു കൊടുക്കുന്നതും ആയിട്ടുള്ള ഭാഗങ്ങളാണ് കുറെ വിവരിച്ചു കൊണ്ടുപോകുന്നത്. ഋഷികളൊക്കെ എത്തി അവിടെ നാരദ മഹർഷിയോട് വസുദേവന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പ്രധാനമായിട്ട് അതിൽ നമുക്ക് കാണേണ്ടതായിട്ടുള്ളത്. ചോദിക്കുന്നത് കർമ്മങ്ങളെ കൊണ്ട് കർമ്മബന്ധങ്ങളെ എങ്ങനെ അവസാനിപ്പിക്കാൻ കഴിയുമെന്നൊന്ന് പറഞ്ഞു തരണം വിസ്തരിച്ച് എന്നാണ് പറയുന്നത്. ഇത് കേട്ട നാരദ മഹർഷി തിരിച്ചുകൊണ്ട് പറഞ്ഞു, അന്നിപ്പോ ഗംഗയുടെ തീരത്തില് ഇരുന്നു കൊണ്ട് ഏത് നദിയില് സ്നാനം ചെയ്താലാണ് പാപമൊക്കെ തീരുക എന്നാരെങ്കിലും ചോദിച്ചാൽ അത് എപ്രകാരം ഇരിക്കുമോ? അങ്ങനത്തെ ഒരു ചോദ്യമാണ് എന്നോട് ചോദിക്കുന്നത്. യജ്ഞേശ്വരനായിട്ടുള്ള ഭഗവാൻ, ആ ഭഗവാനാണ് ശ്രീകൃഷ്ണനായിട്ട് അങ്ങയുടെ പുത്രനായിട്ട് അവതരിച്ചിരിക്കുന്നത്. ആ യജ്ഞേശ്വരനായിട്ടുള്ള ഭഗവാനെ യജ്ഞയാഗാദികൾ കൊണ്ട് നിഷ്കാമമായിട്ട്, അതായത് കർമ്മഫലങ്ങളെ ഇച്ഛിക്കാതെ കണ്ട് യജിക്കുക, അത് തന്നെയാണ് കർമ്മബന്ധങ്ങളിൽ നിന്നും നമുക്ക് മോചിതരാവാനുള്ള ഏക മാർഗം എന്ന് പറഞ്ഞു കൊടുക്കും. മുമ്പ് യുധിഷ്ഠിരൻ ചോദിച്ച സമയത്ത് അവിടെ പറഞ്ഞിരുന്നു, അല്ല പ്രാചീന പരിശോധനത്തെ ചോദിച്ച സമയത്ത് പുരഞ്ജനോപാഖ്യാനം നടന്നതിന് മുമ്പ് അവിടെ പറഞ്ഞു, ഒരു കർമ്മം കൊണ്ട് മറ്റൊരു കർമ്മഫലത്തെ ഇല്ലാതാക്കാൻ ഒരിക്കലും സാധ്യമല്ല. അപ്പൊ പിന്നെ വേദത്തിൽ കർമ്മകാണ്ഡത്തിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഈ കർമ്മങ്ങള്, പ്രത്യേകിച്ച് പ്രായശ്ചിത്ത കർമ്മങ്ങൾ ചെയ്ത ഫലല്ലേ? അപ്പൊ വേദം സത്യമല്ലാത്ത ഒന്നും പറയില്ലല്ലോ. എന്നാണെങ്കിൽ
ഫലമുണ്ട്. എന്താണ് അതുകൊണ്ടുള്ള ഫലം എന്ന് ചോദിച്ചാൽ, ആ കർമ്മങ്ങൾ നമ്മൾ ചെയ്ത് ആ കർമ്മത്തിൽ കൂടി ഭക്തിയും ജ്ഞാനവും വളർന്ന് നമ്മളെ കർമ്മങ്ങളെ ഉപേക്ഷിച്ച് നിഷ്കാമമായിക്കൊണ്ട് ഭഗവാനെ ഭജിക്കും. അപ്പോൾ അതിനുള്ള ഒരു മാർഗമാണ് ഈ യജ്ഞ യാഗ ഹോമാദി കർമ്മങ്ങളെല്ലാം. രൂപമില്ലാത്ത ഒന്നിനെ പിടിക്കാൻ നമുക്കൊരിക്കലും കഴിയില്ല. അറിയാത്ത ഒരു വസ്തുവിനെ മനസ്സിലാക്കി അതിനെ പിടിച്ചു മുന്നേറാൻ നമുക്ക് സാധ്യമല്ല. ഒരു ഉദാഹരണത്തിന് പറഞ്ഞ, ഞാനിവിടെ ഇരുന്നു കൊണ്ട് ചക്കപ്പഴം എന്ന് പറഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് ആ ചക്കപ്പഴം എന്താണെന്നുള്ളത് മനസ്സിലായി. കാരണം ചക്കയെ കണ്ടിട്ടുണ്ട്, ചക്കപ്പഴം കണ്ടിട്ടുണ്ട്, എങ്ങനെയുണ്ട്, അതിൻ്റെ കളറ് എന്താണെന്നൊക്കെ അറിയാം. അത് കഴിച്ചിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്, അതിൻ്റെ സ്വാദ്, രസം എല്ലാം അറിഞ്ഞതുകൊണ്ട് ഈ ചക്കപ്പഴം എന്ന് ഞാൻ പറഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് അത് ബുദ്ധിയിൽ പോയി എന്താണ് ഈ ചക്കപ്പഴം എന്നുള്ളത്. ഒരു ആഫ്രിക്കൻ ലാംഗ്വേജിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വിദേശ ലാംഗ്വേജിൽ ഞാൻ ഏതെങ്കിലും ഒരു പഴത്തിൻ്റെ പേര് പറഞ്ഞിട്ട് നിങ്ങളോട് അതൊന്ന് ആലോചിച്ചോളൂ എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റുമോ? എന്താ പറഞ്ഞത്? ചിലപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് ആ ലാംഗ്വേജിൽ പറഞ്ഞതിൻ്റെ പേര് നമ്മൾ നാളികേരം എന്ന് പറയുന്നതിനായിരിക്കും അവിടെ ആ ലാംഗ്വേജ് പറയുക. പക്ഷെ നമുക്കറിയില്ല അതെന്താ സാധനം, അതിനൊരിക്കലും നമുക്ക് പിടിക്കാൻ കഴിയില്ല. അപ്പോ ഇതേമാതിരി എത്താൻ കഴിയാത്ത, പിടിക്കാൻ കഴിയാത്ത, അനുഭവിക്കാൻ ഏറെ പ്രയാസമായിട്ടുള്ള ആ ബ്രഹ്മത്തിനെ അനുഭവിക്കാൻ ഉള്ള മാർഗങ്ങളാണ് ഈ യജ്ഞ യാഗ ഹോമ പൂജാതി കർമ്മങ്ങളെല്ലാം തന്നെ. ഒരു രൂപത്തിനെ പിടിച്ചുകൊണ്ട് ആ രൂപത്തിലേക്ക് എത്തുക. ഒരു കൃഷ്ണന്റെ വിഗ്രഹത്തിനെ ആരാധന ചെയ്ത് ആ കൃഷ്ണന്റെ വിഗ്രഹത്തിനെ മനസ്സിൽ ഉറപ്പിച്ച് ആ കൃഷ്ണനെ പരബ്രഹ്മമായി കണ്ടുകൊണ്ട് പതുക്കെ നമുക്ക് ബ്രഹ്മത്തിനെ പിടിക്കാൻ കഴിയും. കാരണം പതുക്കെ ആ ജ്ഞാനം വളരും. ആരാ കൃഷ്ണൻ എന്ന് ചോദിച്ചാൽ, ഇപ്പോ മഞ്ഞ പീതാംബരപ്പെട്ട് ഉടുത്ത് മയിൽപ്പീലി ചൂടി മുരളി ഏന്തിക്കൊണ്ട് അല്ലെങ്കിൽ വെണ്ണ ഏന്തിക്കൊണ്ട് അങ്ങനെയുള്ള ഒരു ഭാവങ്ങളൊക്കെയാണ് നമുക്കുള്ളത്. ഞാനിപ്പോൾ ഒരു അയ്യപ്പസ്വാമിയുടെ ഫോട്ടോ കാണിച്ചു നിന്ന് നോക്കൂ, ഗണപതിയാണ് നമസ്കരിക്കൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കും എന്നോട്, എന്താ ഈ പറയണത് ആചാര്യൻ? ഇത് ഗണപതിയല്ലേ, ഇത് അയ്യപ്പനല്ലല്ലോ, അയ്യപ്പനല്ലേ, ഇത് ഗണപതിയല്ലല്ലോ. ഉടനെ പറയും. എന്താന്ന് പറഞ്ഞാൽ ഗണപതിയാണെങ്കിലും അയ്യപ്പനാണെങ്കിലും ശിവനാണെങ്കിലും പാർവതിയാണെങ്കിലും കാളിയാണെങ്കിലും ഒരു രൂപം നമ്മുടെ മനസ്സിൽ നമ്മളെ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്, ഇല്ലേ? ആ രൂപം നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന കാരണം കൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് അതിനെ പിടിക്കാൻ കഴിയുന്നത്. ഇല്ലെങ്കിലോ പിടിക്കാൻ കഴിയും. ഇതേമാതിരി ആ രൂപത്തിനെ മനസ്സിൽ ഉറപ്പിച്ച് പിന്നീട് ജ്ഞാനം കൊണ്ട് ഈ രൂപങ്ങളൊക്കെ ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കി, പിന്നെ ജ്ഞാനം കൊണ്ട് ഇത് തന്നെയാണ് ആത്മസ്വരൂപമായിട്ട് രൂപമില്ലാതെ ബ്രഹ്മമായിട്ട് ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കി ആ ബ്രഹ്മത്തിലേക്ക് മനസ്സിനെ കൊണ്ടുപോകുക. അപ്പൊ ഈ യജ്ഞയാഗാദികളൊക്കെ യജ്ഞേശ്വരനായിട്ടുള്ള ഭഗവാനെ നിഷ്കാമമായിട്ട് ഭജിക്കുക. ആദ്യം തുടക്കത്തിൽ അതൊന്നും നമുക്ക് സാധ്യമാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഏത് യജ്ഞയാഗ പൂജാതി കർമ്മങ്ങൾ കഴിച്ചാലും അവസാനം കായേന വാചാമനസേന്ദ്രിയർവ എന്ന് പറഞ്ഞത് സർവം ബ്രഹ്മാർപ്പണമസ്തു അല്ലെങ്കിൽ കൃഷ്ണാർപ്പണമസ്തു എന്ന് പറഞ്ഞ് തുളസീദളത്തിൽ. കാരണം എന്തൊക്കെ തന്നെ പറഞ്ഞാലും ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഉള്ളിൽ ആ കാമനകള് ഉണ്ടാവും. അപ്പൊ അതൊന്നും ഇല്ലാതെ കണ്ടാവുക, അതിനെ ഭഗവാനിലേക്ക് സമർപ്പിക്കുക. ഇത് ഇപ്പൊ നമ്മൾ ഒരു മന്ത്രരൂപത്തിൽ സമർപ്പിക്കുന്നതാണ്. പക്ഷേ ഇത് മന്ത്രരൂപത്തിൽ സമർപ്പിച്ചത് കൊണ്ട് പ്രയോജനമൊന്നുമില്ല. അത് നമ്മളുടെ മനസ്സോടുകൂടി ആ ഒരു സമർപ്പണം വളർത്തിയെടുക്കുന്ന സമയത്ത് നമുക്ക് പതുക്കെ ആത്മജ്ഞാനത്തിലേക്ക് പോകാൻ കഴിയും. അതാണ് ഏകമാർഗം എന്ന് നാരദൻ അവിടെ ഉപദേശിച്ചു. അപ്പോൾ വസുദേവന് പറഞ്ഞു, എന്നാൽ അങ്ങനെ ഒരു യാഗം നമുക്കിപ്പോൾ തന്നെ നടത്താം, ഋഷികളൊക്കെ ഉണ്ടല്ലോ എല്ലാവരും. അപ്പോൾ നാരദർക്കും ഋഷികൾക്കും സന്തോഷമായി. അങ്ങനെ അവിടെ ഉണ്ടായിരുന്നതായിട്ടുള്ള പ്രമുഖരായിട്ടുള്ള ഋഷികളെയെല്ലാം വെച്ചുകൊണ്ട് ഗംഭീരമായിട്ട് വസുദേവൻ ഒരു വലിയ യജ്ഞം നടത്തി. ധാരാളം ബ്രാഹ്മണർക്കും മറ്റുള്ളവർക്കും ദാനധർമ്മങ്ങളൊക്കെ ചെയ്ത് അവരെല്ലാം തിരിച്ചു വരുന്നതായിട്ടുള്ള ആ സ്യമന്ത പഞ്ചകത്തിലുള്ള ആ യാത്രയാണ്
ആദ്യമായിട്ട് അവിടെ 2-3 അധ്യായങ്ങളിൽ കൂടി പറഞ്ഞത്. 82, 83, 84 മുതലായിട്ടുള്ള അധ്യായങ്ങളിൽ കൂടി. അത് കഴിഞ്ഞാൽ 85-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഈ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് ഭഗവാൻ ആരാണ്, എന്താണ് എന്നുള്ള ആ ഉപദേശങ്ങളൊക്കെ അവിടെ ദീർഘമായിട്ട് കൊടുക്കുന്നുണ്ട്. ആദിനാരായണൻ തന്നെയാണ് നിങ്ങളുടെ പുത്രനായിട്ട് ശ്രീകൃഷ്ണനായിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ഋഷികളും ബ്രാഹ്മണരും വേണ്ട എല്ലാവരും ഭഗവാനിൽ തന്നെയാണ്, ആദിനാരായണനെ തന്നെയാണ് ഞങ്ങൾ നമസ്കരിക്കുന്നത്. ആ പുത്രഭാവത്തിലല്ല, നിങ്ങൾ എപ്പോഴാണോ ആ ഈശ്വരഭാവത്തിൽ കാണുന്നത് അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം ഉണ്ടാവുള്ളൂ എന്നൊക്കെ ഉപദേശിച്ചു കൊടുത്തു. ആ ഉപദേശമൊക്കെ കേട്ട വസുദേവർക്കും ദേവകിക്കും മനസ്സിലായി കൃഷ്ണൻ എല്ലാം ചെയ്യാൻ കഴിയുന്ന സർവശക്തനാണ് എന്നുള്ള ബോധ്യമുണ്ടായി. ആ ബോധ്യം വന്നപ്പോഴാണ് കൃഷ്ണൻ്റെ അടുത്ത് ചെന്നു. എന്നിട്ട് ഭഗവാനെ അച്ഛനമ്മമാരാണെങ്കിലും ഈശ്വരനായി കണ്ടുകൊണ്ട് നമസ്കരിക്കണം ദേവകി വസുദേവന്മാരെ. എന്നിട്ട് ആത്മതത്വങ്ങളൊക്കെ പറഞ്ഞു തരാൻ ഭഗവാനോട് അപേക്ഷിക്കുന്നുണ്ട്. ഇവിടെ ഭഗവാൻ അവരോട് പറയുന്നുണ്ട്, ഇത് വലിയ കാര്യങ്ങളായിട്ടൊന്നും ചെയ്യേണ്ടതില്ല. എന്നിലും നിങ്ങളിലും സർവചരാചരങ്ങളിലും ഇരിക്കുന്നത് ആ ഭഗവാൻ തന്നെയാണ്, ഈശ്വരൻ തന്നെയാണ്, ചൈതന്യം തന്നെയാണ് എന്നറിയുക. അത് തന്നെയാണ് ആത്മതത്വം എന്ന് നമ്മൾ പറയുമ്പോൾ അതിനെ വളരെ ദീർഘിപ്പിച്ച് നമ്മൾ പറയുന്നുണ്ടെങ്കിലും സാരം ഇത്രയേ ഉള്ളൂ. നമ്മളിലും ബാക്കിയുള്ള സർവചരാചരങ്ങളിലും ഇരിക്കുന്നത് ആ ചൈതന്യം തന്നെയാണ്. ആ ചൈതന്യമല്ലാതെ മറ്റൊന്നും ഇല്ല എന്നുള്ളത് അറിയുക. അത് ബോധതലത്തിൽ ആത്മതലത്തിൽ നമുക്ക് അറിയണം. എന്തുണ്ടാവും? ഈ തിദീക്ഷ, കരുണ, മൈത്രി ഭാവം, ദയ എല്ലാവരിലും ഉണ്ടാവും. ആരെയും നമ്മൾ നിന്ദിക്കില്ല. ഒരാൾ ഉത്കൃഷ്ടൻ, വേറൊരാൾ നികൃഷ്ടൻ, ഒരാൾ ഉയർന്നവൻ, മറ്റൊരാൾ താഴ്ന്നവൻ, ഇങ്ങനെയുള്ള ഭാവങ്ങൾ നമുക്ക് ഒരിക്കലും നമ്മുടെ മനസ്സിൽ ഉണ്ടാകും. കാരണം ഒരു കഥ പറഞ്ഞു കേട്ടിട്ടുള്ളത്, ശങ്കരാചാര്യ സ്വാമികൾ ഗംഗയിലെ കുളിച്ച് ശുദ്ധമായി വസ്ത്രമെല്ലാം ധരിച്ച് അദ്ദേഹം ഗംഗാതീരത്ത് കൂടെ നടന്നു വരുന്ന സമയത്ത് മുന്നിലൂടെ ഒരു ചാണ്ടാളൻ വരുന്നത് കണ്ടു. അദ്ദേഹം ചാണ്ടാളൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും താഴ്ന്ന ജാതിയായിട്ടാണ് കണക്കാക്കിയിരുന്നത്. ആ വരുന്ന സമയത്ത് ഏതാണ്ട് അടുത്തെത്താറായപ്പോൾ അന്ന് അവരൊന്നും തൊട്ടുകൂടാ, തെണ്ടിക്കൂടാ, അങ്ങനത്തെ ഒരു കാലം. കുറച്ചകലെ വന്നപ്പോൾ ശങ്കരാചാര്യ പറഞ്ഞത്രേ, വഴിമാറ് എന്ന് പറഞ്ഞത്രേ അവൻ്റെ അടുത്ത്. അപ്പം അവൻ ശങ്കരാചാര്യരോട് ചോദിച്ചു, അങ്ങ് ഇപ്പം ആരോടാ വഴിമാറാൻ പറഞ്ഞത് എന്നൊന്ന് പറഞ്ഞാൽ തെറ്റില്ല. അപ്പോൾ ഈ ശരീരത്തിനോടാണോ മാറാൻ പറഞ്ഞത്? കാരണം ശരീരത്തിനോടാണെന്ന് പറഞ്ഞാൽ അതെന്തിനാന്ന് അറിഞ്ഞില്ല. കാരണം എൻ്റെയും ശരീരം പഞ്ചഭൂതങ്ങളെ കൊണ്ടുണ്ടായി, പഞ്ചഭൂതങ്ങളിൽ തന്നെ നിലനിന്ന പഞ്ചഭൂതങ്ങളിൽ വരുന്നതാണ്. അങ്ങനെയും ശരീരം അതേമാതിരി തന്നെ പഞ്ചഭൂതങ്ങളിൽ തന്നെ ഉണ്ടായി അതിൽ നിലനിന്ന് തീരുന്നതാണ്. അപ്പം ശരീരം കൊണ്ട് നോക്കുമ്പോൾ നമ്മൾ രണ്ടുപേർക്കും ഒരു വ്യത്യാസമില്ല. അപ്പം ശരീരം കൊണ്ട് മാറും എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളതെന്ന് മനസ്സിലായില്ല. എല്ലാവരും ഇപ്പം അങ്ങ് ഒരു വഴി അങ്ങോട്ട് കിടന്ന് ആത്മതലത്തിലാ പറയണമെന്ന് പറഞ്ഞാൽ എങ്കിലും അങ്ങയിലും ഇരിക്കുന്ന ആത്മാവ് ഒന്ന് തന്നെയാണ്. അപ്പൊ രണ്ട് പ്രകാരത്തിൽ നോക്കിയാലും ഈ ശരീരം നമ്മളെന്ന് പറയുന്നത് ഈ രണ്ടല്ലേ ഉള്ളൂ. ഈ ശരീരം ആത്മാ രണ്ടേ ഉള്ളൂ. മൂന്നാമത്തെ ഒരു വസ്തു അവിടെ ഇല്ല. അപ്പൊ ഈ രണ്ട് വസ്തുക്കളെയും വെച്ച് നോക്കുന്ന സമയത്ത് എനിക്കും അങ്ങയ്ക്കും യാതൊരു വ്യത്യാസമില്ല. അപ്പൊ പിന്നെ ഏതിനെ അങ്ങ് മാറാൻ പറയണത്, ഏതിനെ ഏതിൽ നിന്ന് മാറ്റാനാണ് ശ്രമിക്കുന്നത് എന്ന് ചോദിച്ചു. ഇത് ചോദിച്ചപ്പോഴാണ് ശങ്കരാചാര്യൻ മനസ്സിലായി വന്നിട്ടുള്ളത് ഒരു ചണ്ടാളനൊന്നുമല്ല. അദ്ദേഹം നോക്കിയപ്പോഴാണ് സാക്ഷാൽ മഹാദേവനെയാണ് കാണാൻ കഴിഞ്ഞത്. നമസ്കരിച്ചു. എന്നിട്ട് മഹാദേവൻ അവിടെ ആത്മോപദേശം എല്ലാം കൊടുത്ത് ശങ്കരാചാര്യരോട് പറഞ്ഞിട്ട് ഇനി മുതൽ അങ്ങ് ഈ ദ്വൈതഭാവം വിട്ട് അദ്വൈതത്തിനെ പ്രചരിപ്പിക്കണം. അദ്വൈതമേ ഉള്ളൂ, ബ്രഹ്മമേ ഉള്ളൂ. ആ അദ്വൈതത്തിനെയാണ് അങ്ങ് പ്രചരിപ്പിക്കേണ്ടത്. അങ്ങയുടെ അവതാരം എൻ്റെ അംശമായിട്ട് മഹാദേവന്റെ അംശമൊക്കെയാണ് എന്നാണ് പറയുന്നത്. മഹാദേവന്റെ അംശാവതാരമായിട്ടൊക്കെ നമുക്ക് ശങ്കരാചാര്യ എടുക്കണം.
അപ്പോൾ എൻ്റെ അംശമായിട്ട് അവതരിച്ചിരിക്കുന്ന അങ്ങ് ഈ അദ്വൈതം പ്രചരിപ്പിക്കാനാണ് അങ്ങയുടെ ഈ ജന്മം തന്നെ എന്നെല്ലാം പറഞ്ഞ് അനുഗ്രഹിച്ചു പോയി എന്നും അതിൽ പിന്നെയാണ് ശങ്കരാചാര്യര് ധാരാളം അദ്വൈതം പ്രചരിപ്പിച്ചു. പല അന്ന് ദ്വൈതഭാവം വെച്ചുകൊണ്ടിരുന്ന പലരെയും തർക്കങ്ങളിൽ പോയി ജയിച്ച് അവർക്ക് ആത്മജ്ഞാനം അദ്വൈത ജ്ഞാനം പറഞ്ഞു കൊടുത്ത് അവരെയൊക്കെ ശിഷ്യന്മാരാക്കി അങ്ങനെ 4 മഠങ്ങളെല്ലാം 4 ഭാഗങ്ങളിൽ സ്ഥാപിച്ച് അദ്വൈതം പ്രചരിപ്പിച്ചു എന്നൊക്കെ ഒരു കഥ. അപ്പോൾ അതാ ഇവിടെയും പറഞ്ഞത് ഭഗവാൻ വസുദേവരോട്, അങ്ങനെയും ഞാനും ഒന്നും വേറല്ല, എല്ലാം ഒന്നു തന്നെയാണ്, നമ്മൾ തമ്മിൽ ഭേദമൊന്നുമില്ല. ഈ ഭാവഭേദങ്ങൾ ഉണ്ടാവുന്നത് നമ്മുടെ ഈ ത്രിഗുണങ്ങളുടെ കാരണം കൊണ്ടാണ്. അതിനെ മാറ്റി എല്ലാം ഒന്നാണ് എന്ന് കാണാൻ കഴിഞ്ഞാൽ അങ്ങ് തന്നെയാണ് ബ്രഹ്മം, അല്ലാതെ അങ്ങല്ലാതെ വേറൊരു ബ്രഹ്മമൊന്നും ഇല്ല എന്നുള്ള ആ ഒരു ഉപദേശങ്ങളെല്ലാം കൊടുത്തു. അപ്പോഴാണ് ദേവകി മാതാവിന് മനസ്സിലൊരു ആഗ്രഹം. തൻ്റെ മരിച്ചു പോയിട്ടുള്ള 6 ഉണ്ണികൾ, 8 കുട്ടികളാണ്, അതിലെ സംഘർഷണനും കൃഷ്ണനും ഉണ്ട്. ബാക്കി 6 കുട്ടികളെയാണല്ലോ കംസൻ വധിച്ചത്. ആ കുട്ടികളെ ഒന്നും കാരാഗ്രഹത്തിൽ അവർ നോക്ക് ശരിക്കും കാണാൻ പോലും കഴിഞ്ഞിട്ടില്ല. സാന്ദീപനി ഋഷിയുടെ ആശ്രമത്തിൽ പോയി മരിച്ച ഗുരുപുത്രനെയൊക്കെ ഇവരെ തിരിച്ചു കൊണ്ടുവന്ന് കൊടുത്തു ഭഗവാൻ എന്നൊക്കെ കഥകളൊക്കെ കേട്ടപ്പോൾ തൻ്റെ ആ പുത്രന്മാരെയും കാണണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ടായി. ആ ആഗ്രഹ പ്രകാരം സ്മരൻ, ഉദ്ഗീതൻ, പരിശ്വങ്കൻ, പതങ്കൻ, ക്ഷുദ്രഭൃത്, ഘൃണി എന്നാണ് ഇവർ 6 പേരുടെ പേര്. ഇവരാരും ശരിക്കും മരീചിയുടെ പുത്രന്മാരായിരുന്നു എന്നാണ് കഥ. മരീചിയുടെ പുത്രന്മാരാണ് ഇവർ 6 പേര്. ഒരിക്കലും ബ്രഹ്മാവ് സരസ്വതിയെ സൃഷ്ടിച്ചു. സരസ്വതിയെ സൃഷ്ടിച്ച സരസ്വതിയുടെ അഴക ആ ഭംഗിയൊക്കെ കണ്ടപ്പോൾ കാമവേശനായിട്ട് സരസ്വതിയെ പ്രാപിക്കാനായി പോയി എന്നാണ് പറയണത്. അപ്പൊ അത് കണ്ട് ഈ 6 കുട്ടികളും മരീചിയുടെ 6 കുട്ടികളും പരിഹസിച്ചു ബ്രഹ്മാവിനോട്. അങ്ങ് തന്നെ സൃഷ്ടിച്ച ആ സരസ്വതിയോട് ഇങ്ങനെ കാമഭ്രാന്തനായിട്ട് ഓടരുത് എന്ന് ബ്രഹ്മാവിനെ ഇവർ ഉപദേശിച്ചു. അത് ബ്രഹ്മാവിന് സഹിച്ചില്ല. അസുരയോനിയിൽ പോയി ജനിച്ചു എന്ന് പറഞ്ഞ് ശപിച്ചു. പിന്നീട് അവര് ആ ശാപപ്രകാരം ഹിരണ്യകശിപുവിൻ്റെ പുത്രന്മാരായിട്ട് ജനിച്ചിരുന്നു. ദയാദൂതല്ല, ജനിച്ചിരുന്നു. പിന്നെ ശാപമോക്ഷം നിങ്ങൾക്ക് വീണ്ടും ഈ ഭൂലോകത്ത് ജനിക്കേണ്ടി വരും. ദേവകി വസുദേവർക്ക് ഭഗവാന്റെ സഹോദരന്മാരായിട്ട് തന്നെ ജനിക്കും. അപ്പോൾ ഭഗവാനിൽ നിന്നും നിങ്ങൾക്ക് മോക്ഷം കിട്ടും എന്ന് അനുഗ്രഹവും കൊടുത്തു. അതുപ്രകാരം അവർക്ക് ഭൂമിയിൽ മനുഷ്യവേഷത്തിൽ ജനിക്കണം എന്നൊരു പ്രാരാബ്ധം ഉണ്ടായിരുന്നു. അത്രയേ ഉള്ളൂ. അത് കാരണം കൊണ്ടാണ് അവർ 6 പേരും ഇവിടെ ദേവകി വസുദേവരുടെ പുത്രനായിട്ട് ഭൂമിയിൽ ജനിച്ചു. ഉടൻ തന്നെ മരിക്കുകയും ചെയ്തു. അപ്പോൾ ആ കുട്ടികളെ ഒന്ന് കാണണമെന്ന് ദേവകി മാതാവ് ആഗ്രഹം പ്രകടിച്ചപ്പോൾ ഭഗവാൻ നേരെ സുതലത്തിലേക്ക് പോയി. അവിടെ ചക്രവർത്തിയായിരിക്കുന്ന മഹാബലി ഭഗവാനെ സ്വീകരിച്ചിരുത്തി വേണ്ട പൂജകളൊക്കെ ചെയ്തു. മഹാബലി അനുഗ്രഹിച്ചു പറഞ്ഞു, അങ്ങയുടെ കയ്യിൽ ഈ സുതലത്തിലെ മഹാബലിയുടെ അടുത്തായിരുന്നു ഇത്ര ഈ 6 കുട്ടികളും ഉണ്ടായിരുന്നത്. അപ്പോൾ അവരെ എൻ്റെ കൂടെ പറഞ്ഞയക്കണം, ഞാൻ അവർക്ക് മോക്ഷം കൊടുത്ത് തിരിച്ചയച്ചോളാം ദേവലോകത്തിലേക്ക് എന്ന് പറഞ്ഞു. അതനുസരിച്ചിട്ട് മഹാബലിയിൽ നിന്നും ഈ 6 പുത്രന്മാരെ കൊണ്ടുവന്നു എന്നും ദേവകി ദേവി ആ 6 പുത്രന്മാരെയും കണ്ടു. അതിനുശേഷം ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി അവരെ തിരിച്ച് സ്വർഗത്തിലേക്ക് പോയി എന്ന ഒരു കഥ. അങ്ങനെ ആ തൻ്റെ കൂടെ ജനിച്ചതായിട്ടുള്ള സഹോദരന്മാരെ കൊണ്ടുവന്ന് അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തതായിട്ടുള്ളൊരു കഥ പറഞ്ഞതിന് ശേഷമാണ് അടുത്ത അധ്യായത്തിൽ 2 കഥകൾ. ഒന്ന് ബഹുലാശ്വൻ, 2 ശ്രുതദേവൻ എന്ന് പറഞ്ഞ 2 പേരെ ഭഗവാൻ ഒരേ സമയത്ത് അനുഗ്രഹിച്ചതായിട്ടുള്ള കഥ. മിഥില രാജ്യത്തിലെ രാജാവായിരുന്നു ബഹുലാശ്വൻ, ഭഗവൻ ഭക്തനായിരുന്നു. അതേ മിഥില രാജ്യത്തിലെ ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു, ശ്രുതദേവൻ എന്നാണ് പേര്. 2 പേരും
ഭഗവാൻ ഭക്തന്മാരായിരുന്നു. രണ്ടുപേരും ഒരേ സമയത്ത് ഭഗവാനെ അവരുടെ ഗൃഹങ്ങളിൽ വന്ന് ഭക്ഷണം കഴിക്കണം, അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ ഇവിടെ ശ്രീശുഖൻ പറയുക, ഹേ പരീക്ഷത്തെ, ഞാനും ഭഗവാന്റെ കൂടെ അപ്പോഴുണ്ടായിരുന്നു, ശ്രീകൃഷ്ണന്റെ കൂടെ ഞാനും അപ്പോഴുണ്ടായിരുന്നു. ഭഗവാൻ രണ്ടായി സ്വയം വിധിയുണ്ടായി. ഞങ്ങൾ ഒരു 5-6 പേര് ഭഗവാന്റെ കൂടെ ഈ ബഹുളാശ്വന്റെ വീട്ടിലേക്ക് പോയി. വേറെ 5-6 പേരും ഭഗവാനും കൂടിയിട്ട് ശ്രുതദേവന്റെ വീട്ടിലേക്ക് പോയി. കാരണം ശ്രുതദേവൻ ബ്രാഹ്മണനാണ്, അത്ര കഴിവൊന്നും ഇല്ലാത്ത ആളാണ്. ബഹുളാശ്വൻ രാജാവാണ്. അപ്പോൾ രാജാവിൻ്റെ അടുത്ത് പോയാൽ ബ്രാഹ്മണന് തോന്നും, വലിയ ഇതൊക്കെയല്ലേ രാജാവ് ചെയ്യുക, സ്വീകരണമൊക്കെ. അപ്പം അതിനെ മോഹിച്ച് അങ്ങോട്ട് പോയത് എൻ്റെ അടുത്ത് വന്നില്ല എന്നൊരു വിഷമമുണ്ടാവും. അല്ല, ബ്രാഹ്മണൻ്റെ അടുത്ത് പോയാൽ രാജാവ് വിചാരിക്കും ബ്രാഹ്മണനല്ലേ ഭഗവാൻ ഇതാക്കുന്നുള്ളൂ, അപ്പോൾ ബ്രാഹ്മണനാണെന്ന് പറഞ്ഞ് പോയതാണ്, ഞാൻ ക്ഷത്രിയനാണല്ലോ എന്ന്. ഇപ്പം രണ്ടുപേർക്കും ആ മനസ്സിലുള്ള ഒരു ഇത് വേണ്ട എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും പിരിഞ്ഞു. ഞങ്ങളെയും 2ആയി പിരിച്ചു ഭഗവാൻ. എന്നിട്ട് ഞങ്ങളും ഭഗവാന്റെ കൂടെ 2 സ്ഥലത്തും പോയി അവരുടെ സ്വീകരണങ്ങളൊക്കെ സ്വീകരിച്ചു. ബഹുളാശ്വൻ അദ്ദേഹത്തിൻ്റെ സ്ഥിതിക്കനുസരിച്ച് ഭഗവാനെ സൽക്കരിച്ചു. ബ്രാഹ്മണൻ അദ്ദേഹത്തിൻ്റെ സ്ഥിതിക്കനുസരിച്ച് സ്വീകരിച്ചു, സൽക്കരിച്ചു. 2 സ്ഥലത്തും ഭഗവാൻ ചെന്ന് അവരെ അനുഗ്രഹിച്ചു വന്നു എന്നൊരു കഥ. ചെറിയ കഥയാണ്. ആ കഥ പറഞ്ഞതിന് ശേഷമാണ് ഇവിടെ പരീക്ഷിച്ച് ചോദിക്കുന്നത്, എൻ്റെ മുത്തശ്ശിയുടെയും മുത്തശ്ശൻ്റെയും വിവാഹം ഒന്ന് കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. അതായത് അർജുനനും സുഭദ്രാദേവിയും തമ്മിലുള്ള വിവാഹം എങ്ങനെയാണ് നടന്നത് എന്നുള്ളതൊന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോഴാണ് ആ സുഭദ്രാഹരണം എന്ന് പറഞ്ഞ കഥ അവിടെ പറഞ്ഞു കൊടുക്കുന്നത്. പാണ്ഡവന്മാരെ 5 പേര്, അവർക്ക് ഒരു പത്നിയാണ് ദ്രൗപദി. അപ്പോൾ ഒരു പത്നി, ഭർത്താക്കന്മാർ 5 പേരെന്ന് പറഞ്ഞപ്പോൾ അവർ തമ്മിലൊരു ഉടമ്പടി ഉണ്ടായി. എന്താ ഉടമ്പടി ഉണ്ടായത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ വർഷം ഓരോരുത്തരെ ദ്രൗപദിയുടെ കൂടെ ഇരിക്കും ഗൃഹസ്ഥം. ആ സമയത്ത് മറ്റാരും അവരെ ശല്യപ്പെടുത്തരുത്, വരരുത്. അങ്ങനെ ആരെങ്കിലും വന്നു എന്ന് പറഞ്ഞാൽ അവരെ ഒരു വർഷം തീർത്ഥാടനത്തിന് പോകണം. അതാണ് അതിൻ്റെ ഉടമ്പടി. അതനുസരിച്ച് അർജുനൻ ദ്രൗപദിയുടെ കൂടെ ഇരുന്നു. അർജുനൻ്റെ ഊഴം കഴിഞ്ഞു. അടുത്തത് ധർമ്മപുത്രരാണ്. അപ്പൊ അർജുനന്റെ ഊഴം കഴിഞ്ഞപ്പോൾ അർജുനൻ ഇറങ്ങിപ്പോന്നു. ധർമ്മപുത്രര് ആയി താമസം ദ്രൗപദിയുടെ കൂടെ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം എന്ത് പറ്റി എന്ന് പറഞ്ഞാൽ, ഒരു ബ്രാഹ്മണൻ, ഒരു ഋഷി അർജുനന്റെ അടുത്ത് വന്നാൽ ഒരു സഹായം ചോദിക്കും. എന്താന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ യാഗയജ്ഞങ്ങളെയൊക്കെ ഒരു അസുരൻ വന്ന് വളരെയധികം ക്ലേശിപ്പിക്കുന്നു, യാഗയജ്ഞങ്ങൾ നടത്താൻ അനുവദിക്കുന്നില്ല, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അർജുനൻ പറഞ്ഞു, രക്ഷിക്കാം, അതിനിപ്പോൾ എന്താ, ഞാൻ ഒന്ന് രക്ഷിച്ചോളാം എന്ന് പറഞ്ഞു. ആ വാക്ക് കൊടുത്തതിന് ശേഷമാണ് അർജുനന് മനസ്സിലായത് തൻ്റെ ഗാന്ഡീവവും അസ്ത്രവും ശസ്ത്രവും ഒക്കെ ഇപ്പോൾ ദ്രൗപദിയുടെ വീട്ടിലായിരിക്കുന്നത്. അവിടെ നിന്ന് വരുമ്പോൾ എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞു. ഇപ്പൊ വ്യവസ്ഥ അനുസരിച്ച് ഒരു കൊല്ലം അങ്ങോട്ട് പോകാൻ പാടില്ല. ഇപ്പോൾ ധർമ്മപുത്രരാണ്. ഇവിടെ ബ്രാഹ്മണന് വാക്കും കൊടുത്തു. എന്തായാലും വാക്ക് കൊടുത്തത് ശരിയാവണം. മാത്രമല്ല, ഒരു ബ്രാഹ്മണന് സൽക്കർമ്മത്തിനല്ലേ ചെയ്യേണ്ടത്, വിരോധമല്ല അവരുമെല്ലാം തീർത്ഥാടനത്തിനായാലെന്ന് പറഞ്ഞ് പോയിട്ട് ആ അമ്പും വില്ലും ഒക്കെ എടുത്തു, തൻ്റെ ഗാന്ധിയുമൊക്കെ. എന്നിട്ട് ജ്യേഷ്ഠനോട് പറഞ്ഞു, ഞാൻ ഇത് കഴിഞ്ഞാൽ ഇന്ന കാരണത്തിനാണ് ഇവിടെ വരുന്നത്, ക്ഷമിക്കണം, ഞാൻ ഇത് കഴിഞ്ഞാൽ തീർത്ഥാടനത്തിന് പോവാന്ന്. അവിടെ യുധിഷ്ഠിരൻ പറയും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം ഇതൊക്കെ നമ്മൾ സംസാരിച്ചു വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നീ ഒരു സൽക്കർമ്മത്തിനല്ലേ, ക്ഷത്രിയന്മാരുടെ നമ്മുടെ ഏറ്റവും പരമമായിട്ടുള്ള ധർമ്മമാണ് ഇതൊക്കെ, ബ്രാഹ്മണരെ രക്ഷിക്കുക എന്നുള്ളത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടല്ലേ നീ വന്നത്, സ്വാംശതയ്ക്കൊന്നുമില്ലല്ലോ. അപ്പോൾ നീ പോകണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഇല്ലല്ല, അതിപ്പോൾ ഞാൻ തെറ്റിച്ചു എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരും തെറ്റിച്ചാൽ ഇതാ ഞാൻ പൊക്കളയാന്ന് പറഞ്ഞു. ശരിയെന്നും പറഞ്ഞ് വന്നു. അങ്ങനെ ആ ബ്രാഹ്മണനെ അസുരനെ വധിച്ച് രക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ കഥ പറയുന്നത് അതിനനുസരിച്ച് ഇപ്പോൾ അർജുനന് തീർത്ഥാടനത്തിന് പോകണം.
വേഷമൊക്കെ മാറി സന്യാസിയുടെ വേഷമൊക്കെ കെട്ടി താടി തലയൊക്കെ ആയി തീർത്ഥാടനങ്ങൾ ഓരോ തീർത്ഥസ്ഥാനങ്ങൾ ഇങ്ങനെ സഞ്ചരിച്ച് ആളവസാനം ദ്വാരകയിലെത്തും. ദ്വാരകയിലെത്തി അവിടെ ഇരിക്കുന്ന സമയത്ത് ജനങ്ങളൊക്കെ വന്ന് നമസ്കരിക്കും. ഇദ്ദേഹം വലിയൊരു സന്യാസിയാണ്, യോഗീശ്വരനാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ആവട്ടെ അർജുനന് ഇരുന്ന് കൊടുക്കും. അപ്പോഴാണ് ചിലരൊക്കെ ചെന്ന് ബലരാമസ്വാമിയോട് പറയുക, നമ്മുടെ ദ്വാരകയിൽ വലിയൊരു സന്യാസി എത്തിയിട്ടുണ്ട് എന്നൊക്കെ കേട്ടപ്പോൾ ഈ സന്യാസികളെ ബ്രാഹ്മണരെന്നൊക്കെ പറഞ്ഞ ബലരാമസ്വാമിക്ക് വലിയ ഇതാണ്. എവിടെയാണ് ഉടനെ കാണാനായിട്ട് സകലം എല്ലാം എടുത്തു കൊണ്ടുപോയി. സന്യാസിയാണ്, കണ്ടു, നമസ്കരിച്ചു. ആരെ? അർജുനൻ വേഷം മാറിയതാണെന്ന് അറിഞ്ഞിട്ട് ബലരാമൻ നമസ്കരിച്ചൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, കാലൊക്കെ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, അത് എൻ്റെ ഗൃഹത്തിൽ അങ്ങ് വന്ന് താമസിക്കണം, കുറച്ച് ദിവസം ഭിക്ഷ എടുത്ത്. എന്താ പറയാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ, സുഭദ്രയെ ദുര്യോധനന് കല്യാണം കഴിച്ചു കൊടുക്കാൻ ബലരാമസ്വാമി തീർച്ചപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ വീട്ടിൽ കൊണ്ടുപോയി സുഭദ്രയെ കൊണ്ട് കുറച്ചു കാലം ഈ സന്യാസിക്ക് കുറച്ചു കാലം ശുശ്രൂഷയൊക്കെ ചെയ്യിക്കുക, സന്യാസിൻ്റെ അനുഗ്രഹം മേടിക്കുക, നല്ല വിവാഹത്തിനായിട്ട് അങ്ങനെയൊക്കെ പതിവുണ്ടല്ലോ ബ്രാഹ്മണരുടെ ഋഷികളുടെ അനുഗ്രഹം മേടിക്കുന്നത്. അതിനാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അർജുനനും ശരി എന്നും പറഞ്ഞിട്ട് പോയി അങ്ങോട്ട്. കൃഷ്ണനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനിതാ ഒരു സന്യാസിയെ കൊണ്ടുവന്നിട്ടുണ്ട്, മനസ്സിലായോ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചുമതലയൊക്കെ സുഭദ്രയെ ഏൽപ്പിച്ചിരിക്കുന്നത് നോക്കാനായിട്ട്. അപ്പോൾ കൃഷ്ണൻ പറയും, ചേട്ടാ ഇന്നത്തെ കാലത്ത് സന്യാസികളൊന്നും വിശ്വസിക്കരുത്, എല്ലാവരും ഒരുമാതിരിയല്ല. അതൊക്കെ സന്യാസി നല്ല യോഗ്യരാണ്, ഞാൻ ടെസ്റ്റ് ചെയ്തതാണ്, എന്നിട്ടാണ് തീരുമാനിച്ചത്. എന്താ ടെസ്റ്റ് ചെയ്തത്? ബലരാമസ്വാമി എന്ന് പറഞ്ഞാൽ കുറെ അസ്ത്രശസ്ത്രങ്ങളൊക്കെ ബലരാമസ്വാമിക്ക് അതൊക്കെയല്ലേ അറിയുള്ളൂ. എങ്ങനെയാ പ്രയോഗിക്കുക എന്ന് അർജുനനോടാണ് ചോദിക്കുന്നത്. അതൊക്കെ അർജുനനും ചോദിക്കുന്നതിന് പട്ടാപ്പട്ട് ഉത്തരം പറഞ്ഞു കൊടുക്കുക അങ്ങോട്ട്. അപ്പൊ ബലരാമസ്വാമി വിചാരിച്ചു സന്യാസി വലിയ എന്നുള്ളത്. സന്യാസിക്ക് അസ്ത്രശസ്ത്രങ്ങൾ കൂടി എങ്ങനെയാ പ്രയോഗിക്കുക എന്നറിയാം. രാമായണം ഭാഗവതമൊക്കെ ചോദിച്ചു എന്ന് പറഞ്ഞാൽ സന്യാസികൾ എളുപ്പം പറയും ഉത്തരം. അപ്പൊ ഈ അസ്ത്രശസ്ത്രങ്ങളൊക്കെ ചോദിച്ചാൽ സന്യാസികൾക്ക് അറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ബലരാമസ്വാമി അത് ചോദിച്ചത്. അതിന് അപ്പൊ അത് അർജുനനൊരു ഉപകാരമായി. കാരണം എനിക്കറിഞ്ഞ കാര്യം തന്നെയാണ് ചോദിക്കുന്നത്. ഉത്തരമൊക്കെ പറഞ്ഞു കൊടുത്തു. നല്ലതാണ്, എന്തായാലും ഞാൻ പറയേണ്ടത് പറഞ്ഞു, അത്രയേ ഉള്ളൂ, ആയിക്കോട്ടെ, വിരോധമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സുഭദ്ര ശുശ്രൂഷിച്ചു കൊണ്ടിരുന്ന സമയത്ത് ഒരു ദിവസം അടുത്തുള്ള ഒരു മഹാദേവ ക്ഷേത്രത്തിൽ വലിയ ഉത്സവം. ആ ഉത്സവം കാണാനായിട്ട് കൃഷ്ണനും ബലരാമസ്വാമിയും ഈ യാദവന്മാരൊക്കെ കൂടി പോകും. ഇവിടെ ഒരു 10-15 യാദവന്മാരെ മാത്രം ഇവിടെ നിർത്തും. സുഭദ്രയോട് പറയും, വേണ്ട, കാരണം ഈ വന്നാൽ പിന്നെ സന്യാസിക്ക് കാര്യങ്ങളൊക്കെ മുടങ്ങുമല്ലോ, അത് കാരണം കൊണ്ട് ശുശ്രൂഷിച്ചു കൊണ്ട് ഇവിടെ ഇരുന്നു എന്ന് പറയും. ശരി എന്ന് പറഞ്ഞ് സുഭദ്ര അവിടെ ഇരിക്കും. എല്ലാവരും പോയ സമയത്ത് സുഭദ്ര അങ്ങനെ സംസാരിച്ചു, എവിടെ നിന്നാണ് സന്യാസി വരുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ ഹസ്തനാപുരത്തു നിന്നാണ് വരുന്നത്, അതാണ് നാട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ അല്ലെങ്കിൽ തന്നെ കുറച്ച് മനസ്സിൽ സുഭദ്രയ്ക്ക് അർജുനനും സുഭദ്രയ്ക്കും തമ്മിൽ ഒരു ചെറിയൊരു ഇതൊക്കെ ഉണ്ട്. അപ്പോൾ സുഭദ്ര ചോദിക്കും, അപ്പോൾ അവിടെ പാണ്ഡവന്മാർക്കൊക്കെ സുഖാണെന്ന് പറയും. അപ്പം അങ്ങനെ ചോദിച്ച് അർജുനനെ കുറിച്ചൊക്കെ കുറെ ചോദിക്കും. അപ്പോൾ പതുക്കെ താലിയൊക്കെ മാറ്റിയിട്ട് പറയും, ഞാൻ തന്നെയാണ് കക്ഷി, ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്, ഇവിടെ അതാ വന്നിരിക്കുന്നത് എന്ന്. അപ്പോൾ സുഭദ്രയ്ക്ക് മനസ്സിലായി. അപ്പോൾ ഇപ്പം എന്താ വേണ്ടത് എന്നുള്ളതായി. ഇപ്പം എങ്ങനെയെങ്കിലും ഇവിടുന്ന് തൂങ്ങണം. ഉടനെ സുഭദ്ര പറയും, ഒരു കാര്യം ചെയ്യാൻ ഞാൻ ഇപ്പോൾ പറ്റിയ സമയമാണ്, കാരണം ആരും ഇല്ല അധികം, ചേട്ടനൊന്നുമില്ല, അല്ലെങ്കിൽ ബലരാമസ്വാമി ഉള്ള സമയത്തൊന്നും പറ്റില്ല. ഇപ്പം നമുക്ക് അങ്ങോട്ട് ഹസ്തനാപുരത്തിലേക്ക് കടന്നു കളയാം. ഒരു കാര്യം ചെയ്തോളൂ, ഞാൻ തേരോടിക്കാം, മനസ്സിലായില്ലേ? അപ്പം സംശയം തോന്നില്ല മറ്റേ ആൾക്കും, അന്ന് പിന്നിൽ കയറി ഇരുന്നാൽ മതി എന്ന് അർജുനനോട് പറയും. എന്നിട്ട് രഥമൊക്കെ ശരിയാക്കി സുഭദ്ര രഥത്തിൽ കയറിയിരിക്കും. അർജുനൻ വന്നിട്ട് പിന്നിൽ കയറിയിരിക്കും. സുഭദ്ര തേരിൽ തെളിച്ചു കൊണ്ടുപോകും. അപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന കുറേ യാദവഭടന്മാരൊക്കെ അർജുനനെ എതിർക്കാൻ നോക്കും. അർജുനനൊന്നും അവരെ കൊണ്ട് എതിർക്കാൻ കഴിയില്ല, അവർ പോകും. ഇതാ ബലരാമസ്വാമി കൃഷ്ണനും തിരിച്ചെത്തി.
മഹാദേവന്റെ ഉത്സവമൊക്കെ കഴിഞ്ഞ് വന്ന ഉടനെ ഈ കംപ്ലൈൻറ്റാണ്. അത് സന്യാസി ഒന്നും അല്ലായിരുന്നു, കള്ള സന്യാസി അർജുനനാണ് വേഷം മാറി വന്നത്. സുഭദ്രയും അർജുനനും കൂടി പോയി എന്ന് കണ്ടപ്പോൾ ബലരാമസ്വാമിക്ക് ദേഷ്യമായി. എടുക്കൻ്റെ കലപ്പയും മുലയ്ക്കുകയും ഇപ്പം ശരിയാക്കാം, അവൻ ഇത്രയധികം ഇവിടെ വന്നിട്ട് വേഷം മാറി വന്നിട്ട് ഇങ്ങനെ ചെയ്യാനുള്ള ധൈര്യമോ, അവന് ഞാൻ പാഠം പഠിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് എടുക്കാൻ പോകുമ്പോൾ കൃഷ്ണൻ വിളിച്ചു പറയും, ചേട്ടാ എല്ലാം ആദ്യം ഒന്ന് കേൾക്കുക, നമ്മളിങ്ങനെ എടുത്തു ചാടരുതല്ലോ, കാള പറ്റുമെന്ന് പറയുമ്പോഴേക്കും കയറെടുക്കാൻ ഓടരുത്. എല്ലാവരും വിളിച്ചു എന്താ നടന്നതെന്നൊന്ന് പറയൂ. അത് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഇപ്പം നമ്മൾ ഏത് മുഖം കൊണ്ടാണ് അർജുനൻ്റെ അടുത്ത് പോവുക? അപ്പോൾ ഈ പറഞ്ഞിടത്തോളം അർജുനനാണോ സുഭദ്രയെ കൊണ്ടുപോയത്, സുഭദ്രയാണോ അർജുനനെ കൊണ്ടുപോയത് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പം ഇവർ പറയുന്നത് കേൾക്കുമ്പോൾ സുഭദ്രയെ അർജുനനെ കൊണ്ടുപോയിരിക്കുന്നത് അല്ലേ? അർജുനൻ ബലാത്കാരമായിട്ട് സുഭദ്രയെ കെട്ടിപ്പൂട്ടി രഥത്തിലിട്ട് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ശരിയാ ചേട്ടൻ പറഞ്ഞു. ഇതിപ്പോൾ അതൊന്നുമല്ല, അർജുനനാ പിന്നില് കെട്ടിപ്പൂട്ടിയിരിക്കുന്നത്, സുഭദ്രയെ അധികം കൊണ്ടുപോയത് എന്നാ പറയുന്നത്. അപ്പോൾ സുഭദ്രയുടെ ഇഷ്ടം അതായിരിക്കണം, അതുകൊണ്ടല്ലോ അത് ചെയ്തത്. മാത്രമല്ല ഇപ്പം കൊണ്ടുപോയി കുറേ നേരമൊക്കെയായി. ഇനിയിപ്പോൾ അവിടെയൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ യുദ്ധം ചെയ്ത് അർജുനനെ ജയിച്ചൊക്കെ കൊണ്ടുവന്നാലും ഈ കഥകളൊക്കെ കേട്ടാൽ പിന്നെ ദുര്യോധന ആരെങ്കിലും സ്വീകരിക്കില്ല. അപ്പോൾ എന്തായാലും അർജുനനും കുറവൊന്നും അല്ലല്ലോ, അപ്പോൾ അർജുനന് തന്നെ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒന്ന് ചിരിക്കും ബലരാമസ്വാമി, ഇതിൻ്റെയൊക്കെ പിന്നിൽ നീ തന്നെ ആള് എന്നുള്ളത് മനസ്സിലായി എന്നുള്ള മാതിരി. അങ്ങനെയാണ് അങ്ങയുടെ മുത്തശ്ശിയും മുത്തശ്ശനും തമ്മിൽ വിവാഹം നടന്നത്. ആ സുഭദ്രാഹരണം എന്നുള്ള ആ ഒരു കഥ ഇവിടെ പറഞ്ഞു. അതിനുശേഷം ദശമസ്കന്ധത്തിൽ വരുന്ന മറ്റൊരു കഥയാണ് ഈ അത് കഴിഞ്ഞൊരു ശ്രുതിഗീത എന്ന് പറഞ്ഞു വരുന്നുണ്ട്. അതായത് വേദത്തിൽ ഭഗവാനെ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള ആ ഭഗവാന്റെ നിഗുണമായിട്ടുള്ള ബ്രഹ്മത്തെ സഗുണമായ വാക്കുകളെ കൊണ്ട് എങ്ങനെയാണ് ആരാധിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് വേദത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതിനെ ഒന്ന് പറഞ്ഞു തരണം എന്ന് ചോദിച്ചു. അതായത് ഗുണമില്ലാത്ത ഒന്നിനെ ഗുണം കൊണ്ട് വിശേഷിപ്പിക്കുക വലിയ കഷ്ടമാണ് അല്ലേ? ഏതുപോലെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മധുരം എന്നുള്ളതിനെ വിശേഷിപ്പിച്ച് പറഞ്ഞു തരൂ എന്ന് പറയുന്ന മാതിരിയാണത്. ഒരു മധുരം എന്താണ് എന്ന് തിയററ്റിക്കലി നമ്മൾ ഒരു ദിവസം ഇരുന്ന് പറഞ്ഞു കൊടുത്താലും മറ്റൊരാൾക്ക് മനസ്സിലാവില്ല. പറഞ്ഞൊക്കെ കൊടുക്കാം. മധുരം എന്ന് പറഞ്ഞാൽ അത് കരിമ്പിൻ്റെ ഭാഗമാണ്, കരിമ്പെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ചെടിയാണ്, അതിനെ വറയ്ക്കണം, അതിൻ്റെ ജ്യൂസ് എടുക്കണം, പിന്നെ അതിങ്ങനെയൊക്കെ ചെയ്ത് അത് പഞ്ചസാരയാവും. അതിന് പഞ്ചസാരൻ്റെ കളർ വെളുത്തിട്ടാണ്, അത് ചെറിയ മണികളാണ്, അത് ലഡുവിലിടാം, പായസത്തിലിടാം, ടേസ്റ്റുള്ളത്. ഇതൊക്കെ നമുക്കിങ്ങനെ പറയാം. പക്ഷെ ഇതൊക്കെ പറഞ്ഞാലും മധുരം അനുഭവിക്കാത്തവരത്തിന് അറിയോ മധുരം എന്താന്നുള്ളത്? അപ്പോൾ ആ മധുരം ബ്രഹ്മമാണ് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പല രൂപത്തിലും ഭാവത്തിലൊക്കെ പറയുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ രൂപമില്ലാത്ത ഒന്നിന് ഗുണമില്ലാത്ത നിഗുണമായിരിക്കുന്നതായിട്ടുള്ള ബ്രഹ്മത്തെ സഗുണമായിട്ടുള്ള വേദവാക്യങ്ങളെ കൊണ്ട് എങ്ങനെയാണ് ആരാധിക്കുന്നത് എന്നുള്ളതിനെ പറഞ്ഞു കൊടുക്കാനായിക്കൊണ്ട് പരീക്ഷിത്ത് ചോദിച്ച ചോദ്യത്തിന് ശ്രുതിഗീത എന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങൾ പഠിച്ചാൽ ശ്ലോകങ്ങളാണ്. ജയ ജയ ജഹ്യജാമജിത ദോഷഗൃഹീത ഗുണം ത്വമസീയതാത്മന സമവരുദ്ധ സമസ്ത ഭഗ മുതലായിട്ടുള്ളത്. ഇത് വളരെ വളരെ ആഴത്തിലുള്ള സംസ്കൃതത്തിലുള്ള ശ്ലോകങ്ങളാണ്. എല്ലാം ആത്മീയ തലത്തിലുള്ളതാണ്. കേട്ടാലോ പറഞ്ഞാലോ പെട്ടെന്ന് മനസ്സിലാവാനും നമുക്ക് ഉൾക്കൊള്ളാനും കഴിയാത്തതാണ്. ആ ബ്രഹ്മത്തിനെ സഗുണമായിട്ട് വിശേഷിപ്പിക്കുക. എന്താണ് ആ ബ്രഹ്മത്തിൻ്റെ ഗുണം? ജന്മാദി വികാരങ്ങളില്ലാത്ത, നമ്മളെ തുടക്കത്തിൽ കണ്ടില്ലേ, ജന്മാദസ്യ യഥോന്മയാതിജലത ചർത്തേഷഭിജ്ഞ സ്വരാൾ എന്ന് പറഞ്ഞിട്ട്
അത് പിന്നെയും വിവരിക്കുക. അതേമാതിരിയുള്ള വേദങ്ങളിൽ കൂടി ഭഗവാനെ എങ്ങനെയാണ് എന്നുള്ളതിനെ വിസ്തരിച്ച് അവിടെ ഒരു അധ്യായം കൊണ്ട് പറഞ്ഞു കൊടുത്തു. പിന്നീട് വരുന്ന ഒരു കഥയാണ് മൃഗാസുരൻ്റെ കഥ, മൃഗാസുരൻ്റെ ചരിത്രം. നമ്മളെ ഭസ്മാസുരൻ എന്നൊക്കെ സാധാരണ പറയാറുണ്ട്. ഇവിടെ ഭാഗവതത്തിൽ മൃഗാസുരൻ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ മൃഗാസുരൻ ഒരിക്കൽ നാരദ മഹർഷിയെ കാണാനിടയായി. നാരദ മഹർഷിയോട് ചോദിച്ചു, ത്രിമൂർത്തികളിൽ ഏത് ഭഗവാനെ തപസ് ചെയ്താലാണ് പെട്ടെന്ന് പ്രത്യക്ഷൻ ആയിട്ട് വരാൻ തരിക എന്ന്. നാരദ മഹർഷി പറഞ്ഞു, പെട്ടെന്നാണ് ആശുദൂഷിയായിട്ടുള്ളത് ഭഗവാൻ മഹാദേവൻ തന്നെയാണ്, പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ് കൊടുത്തു. അതനുസരിച്ചിട്ട് ഇവൻ മഹാദേവനെ തപസ് ചെയ്തു. കുറച്ച് ധൃതിയുള്ള പാർട്ടിയായിരുന്നു. 5-6 ദിവസമൊക്കെ തപസ് ചെയ്തു. എന്നിട്ട് മഹാദേവൻ പ്രത്യക്ഷമായില്ല. ഇവനിപ്പം ഇനിയിപ്പോൾ എത്ര ദിവസം തപസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. 6 ദിവസം തപസ് ചെയ്യുമ്പോഴേക്കും ഇവന് വലിയ എന്തോ 6 യുഗങ്ങൾ തപസ് ചെയ്ത മാതിരിയായി ഇവൻ. ആരെ? മഹാദേവനെയായി പറയുന്നത്. ഉടനെ എന്ത് ചെയ്തു? ഒരു വലിയൊരു അഗ്നികുണ്ഡം കൊഴിച്ചു. കാട്ടിലുള്ള മരങ്ങളൊക്കെ വെട്ടിക്കൊണ്ടുവന്നിട്ട് അഗ്നി ഇങ്ങോട്ട് കൊളുത്തി. എന്നിട്ട് മഹാദേവനെ ധ്യാനിച്ചുകൊണ്ട് തൻ്റെ ശരീരമൊക്കെ ഓരോന്നായിട്ട് വെട്ടി വെട്ടി ഹോമിക്കാൻ തുടങ്ങിയെന്നാണ് പറഞ്ഞത്. കാലിൻ്റെ വരില്ല, തുട, കയ്യിൻ്റെ വരില്ല, ഇങ്ങനെ ഓരോന്നായിട്ട് വെട്ടിയിട്ട് ഇനിയിപ്പോൾ തൻ്റെ തല വെട്ടി ഹോമിക്കണം. അതുവരെ അവൻ ഹോമിക്കാൻ തുടങ്ങിയെന്നാണ് പറഞ്ഞത്. ഓരോരോ അവയവങ്ങളായിട്ട് നോക്കും അവൻ്റെ തവസ് മഹാദേവനെ. അവസാനം കയ്യിലുള്ള കത്തി എന്നിട്ട് പൊക്കി തലവെട്ടാനായിട്ട് പൊക്കിയത്. അപ്പോഴേക്കും മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടിരുന്നു. 7ാമത്തെ ദിവസം പറഞ്ഞു മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, നീ എന്താ ഇതൊക്കെ ചെയ്യുന്നത്? ഇങ്ങനെയൊക്കെയാണോ തപസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു. മഹാദേവൻ്റെ അനുഗ്രഹത്താൽ ഇവൻ്റെ അംഗഭംഗങ്ങളൊക്കെ ശരിയായി കിട്ടി. കയ്യും കാലൊക്കെ നന്നായി തൊഴുതു, നമസ്കരിച്ചു. പാർവതി സമേതനായിട്ടാണ് അത്രേ വന്നത്. ആരെ? മഹാദേവൻ അനുഗ്രഹിക്കാനായിട്ട്. അത് കണ്ടപ്പോൾ ഇവൻ ഒരു വരം വേണമെന്ന് ചോദിച്ചു. എന്താ വരം വേണ്ടത് ചോദിച്ചു എന്ന് പറഞ്ഞു. ദേവാദിദേവനായിട്ടുള്ള മഹാദേവൻ്റെ അടുത്തുനിന്ന് ആ മഹാദേവനോട് ചോദിക്കുന്നവരാ, ഞാൻ ആരുടെ തലയിലും കൈ തൊട്ടാ അവർ ഭസ്മമായി പോകുന്നു. ശരി, അതാ വരം വേണ്ടെന്ന് പറഞ്ഞാൽ തഥാസ്തു വരം കൊടുത്തു. അപ്പോൾ ഇവനെ 2 കാര്യം. ഒന്ന്, ഈ വരം ഭരിക്കൂ എന്നുള്ളതൊന്ന് നോക്കണം. മാത്രമല്ല ഭഗവാന്റെ കൂടെ പാർവതി ദേവി കണ്ടപ്പോൾ, സുന്ദരിയാണെന്ന് കണ്ടപ്പോൾ പാർവതി ദേവി എങ്ങനെയെങ്കിലും ഒന്ന് കിട്ടിയാൽ തിരക്കേടില്ല എന്നുള്ളൊരു മോഹമായി. അപ്പോൾ മഹാദേവനുള്ള സമയത്ത് പറ്റില്ല. അപ്പോൾ ഒരു വടിക്ക് 2 പക്ഷി എന്ന മാതിരി മഹാദേവന്റെ തലയിൽ കൈ വയ്ക്കുക. അപ്പോൾ പരീക്ഷിക്കുക ഇത് ഈ വരം ഭരിക്കുന്നുണ്ടോന്ന്. മാത്രമല്ല മഹാദേവൻ ഭസ്മമായി കഴിഞ്ഞാൽ പിന്നെ പാർവതിയെ കൊണ്ടുപോകാൻ ഈസി ആയല്ലോ എന്ന് പറഞ്ഞ് മഹാദേവന്റെ തലയിൽ ഞാനൊന്ന് പരീക്ഷിക്കട്ടെ എന്നും പറഞ്ഞ് കൈ കൊണ്ടുപോയപ്പോഴാണ് മഹാദേവൻ കൊടുത്ത വരം അബദ്ധായി എന്ന് മനസ്സിലായി. അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. പല തലങ്ങളിലും ഓടി അവസാനം വൈകുണ്ഠത്തിൽ വരെ എത്തും മഹാദേവൻ എന്നാണ് പറയുന്നത്. വൈകുണ്ഠത്തിലെത്തുന്ന സമയത്ത് മഹാവിഷ്ണു മഹാദേവൻ ഒടി വരണു പ്രദർശനം പറഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലും. എന്താ മഹാദേവ എന്ത് പറ്റി ഇങ്ങനെ ഒടി വരാൻ? അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർക്ക് പിന്നിൽ വരുന്നുണ്ട്. എങ്ങനെ ഒരു വരം കൊടുത്തു. അതപ്പോൾ ഭാഗവതത്തിൽ പറയുന്ന കഥ ഒരു ചെറിയ വ്യത്യാസമുണ്ട് നമ്മൾ കേട്ട കഥയിട്ടാണ്. അപ്പോൾ മഹാവിഷ്ണു പറഞ്ഞ് പേടിക്കേണ്ട, അങ്ങ് ഇരുന്നോളൂ, ഞാൻ കുറച്ച് ജ്യൂസൊക്കെ കുടിക്കൂ, ഞാനിപ്പോൾ കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് മഹാവിഷ്ണു ഒരു ബ്രഹ്മചാരിയുടെ വേഷം എടുത്തു എന്നാണ് പറയുന്നത്. എന്നിട്ട് ഓടി വരുന്നതായിട്ടുള്ള വികാസിനോട് പറഞ്ഞു, എന്താ നീ ഓടുന്നത്? എൻ്റെ ഓട്ടം കണ്ടിട്ട് കുറേ കാലമായിട്ട് ഓടുന്നു തോന്നുന്നുണ്ടല്ലോ. അത് ഒരുപാട് ദിവസമായി ഓടുകയാണ്, എന്തിനാ ഓടുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇതേമാതിരിക്കാണ് ശിവൻ എനിക്കൊരു വരം തന്നു, ആ വരം ഭരിക്കുമെന്ന് അറിയാനായിട്ട് ശിവന്റെ തലയിൽ കൈ വയ്ക്കാനായിട്ട് ശിവന്റെ പിന്നിൽ ഓടുകയെന്ന് പറഞ്ഞു. പറഞ്ഞടാ പൊട്ട, നമുക്ക് കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? അറിഞ്ഞില്ല. എന്താ കാര്യം? ആ ദക്ഷയാഗം കഴിഞ്ഞതോട് കൂടിയിട്ട് ശിവന്റെ ആ കഴിവുകളൊക്കെ പോയി. ശിവനിപ്പോൾ വരം കൊടുക്കാനുള്ള കഴിവൊന്നുമില്ല. അതുകൊണ്ട് ആര് എന്ത് ചോദിച്ചാലും തഥാസ്തു തഥാസ്തു എന്ന് പറഞ്ഞു. കാരണം ഫലിക്കുന്നു പറഞ്ഞാലല്ലേ കഷ്ടമുള്ളൂ. അതുകൊണ്ട് എന്ത് വരം ചോദിച്ചാലും ഇപ്പൊ മുപ്പർക്ക് അതാ ജോലി. ആരെങ്കിലും തപസ് ചെയ്തു പറഞ്ഞാൽ പെട്ടെന്ന് ഒന്നുമില്ല. എന്ന് വിളിക്കുമ്പോഴേക്കും അതാണ്. ആരെങ്കിലും ഒരു 4-5 ദിവസം വഹിക്കുമ്പോഴേക്കും വരും. എന്താ വേണ്ട വഹിക്കും. അവർ ചോദിച്ചാൽ വരം കൊടുക്കുമ്പോൾ ഇതാപ്പോൾ മുപ്പരുടെ പണി.
കാരണം ഭരിക്കൊന്നുമില്ല, ആരും ഭരിക്കാറില്ല. അതുകൊണ്ട് മുപ്പര് അതുകൊണ്ട് ആരെങ്കിലും ഒരു 3-4 ദിവസം ശിവനാമം ചൊല്ലിയാലേ വലിയ സന്തോഷമായ ആൾക്ക്. ഇതിനിപ്പോ ഈ 3 ലോകമൊക്കെ ഓടിയത് പൊട്ടനല്ലേ, ഇതിന്റെ ഓടേണ്ടതിന്റെ ആവശ്യം കൈയൊന്ന് തലയിൽ വെച്ച് നോക്കിയാൽ അറിഞ്ഞൂടെ? അപ്പോഴാണ് മനസ്സിലാ ശരിയാണ്. കാരണം അതൊക്കെ താമസമാണല്ലോ, അസുരന്മാർക്ക് ബുദ്ധിയില്ലല്ലോ. ശരിയാണ് എന്ന് പറഞ്ഞാൽ അവന്റെ കൈ എന്ന തലയ്ക്ക് വെച്ചു, ഉടനെ ഭസ്മമായി എന്നൊരു കഥ. നമ്മൾ കേട്ടിരിക്കുന്ന ഭസ്മാസുരന്റെ കഥ വേറെയാണ് അല്ലേ. ഒരു മോഹിനി വേഷമൊക്കെ എടുത്തു, ഡാൻസ് ആടി, അങ്ങനെ ഡാൻസ് ആടി ലാസ്റ്റിലൊക്കെ കൈ തലയിൽ വെച്ചപ്പോൾ അവനും കൈ തലയിൽ വെച്ചു, ഭസ്മായി എന്നൊക്കെയാണ് ഇരിക്കട്ടെ. അങ്ങനെയൊന്നും ഭാഗവത്തിൽ പറഞ്ഞു. അതാണ് വൃദ്ധാസുരന്റെ കഥ. അത് കഴിഞ്ഞ് വന്നു, എന്നിട്ട് ശിവനെ വിളിച്ച് പറഞ്ഞു, ഇപ്പോൾ അങ്ങ് രക്ഷപ്പെട്ടു, ഈ വരൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് ഈ പാമ്പിന് വല കൊടുക്കുന്ന മതി, അതൊക്കെ മനസ്സിലായില്ലേ? പാലാ കൊടുക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ കാര്യമൊന്നുമില്ല, അത് കയ്യിലൊരു കുത്ത് കൊടുത്തു എന്നതുമാതിരി ഇവരൊക്കെ കണ്ടറിഞ്ഞിട്ട് വേണം ഈ അസുരന്മാർക്കൊക്കെ വരം കൊടുക്കാനായിട്ട്. ഇല്ലായിരുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മളെ തന്നെ തിരിച്ചടിക്കും. ഈ പ്രകാരത്തിലുള്ള പരിപാടികളൊന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് മഹാദേവനെ തിരിച്ചയക്കുന്നതായിട്ടുള്ള ഒരു കഥ. പിന്നീടാണ് ഈ ദശമസ്കന്ധത്തിൻ്റെ അവസാനമായി കൊണ്ട് പറയുന്ന ഗംഭീരമായിട്ടുള്ള സന്താന ഗോപാലം എന്ന് പറഞ്ഞൊരു കഥ. ഒരുപാട് കാലങ്ങളായി ഭഗവാനെ കണ്ടിട്ട് എന്ന് വിചാരിച്ചിട്ട് ഭഗവാനെ കാണാനായിട്ട് അർജുനൻ ദ്വാരകയിലേക്ക് പോന്നു. ആ ദ്വാരകയിൽ ഒരു ബ്രാഹ്മണൻ താമസിക്കുന്നുണ്ട്. ആ ബ്രാഹ്മണന് ഒരു ദുഃഖം. എന്താ ദുഃഖം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രസവിച്ചാൽ ആ കുട്ടി ഉടനെ മരിക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ ദുഃഖം. 10 മാസം ഗർഭം ചുമന്ന് കുട്ടിയെ പ്രസവിച്ചാൽ ഉടനെ ആ കുട്ടി മരിച്ചു എന്നുള്ളതാണ് ദുഃഖം. പലപ്പോഴും ആ മരിച്ച കുട്ടിയെല്ലാം എടുത്ത് ഈ സുധർമ്മ എന്ന് പറഞ്ഞ ഭഗവാന്റെ സഭയിലേക്ക് വരും. എന്നിട്ട് അവിടെ ഒരുപാട് പറയും, ഞങ്ങൾ ബ്രാഹ്മണന്മാർക്ക് ഇങ്ങനെയൊക്കെ വരാനുള്ള കാരണം ക്ഷത്രിയന്മാരായിട്ടുള്ള നിങ്ങൾ ധാർമ്മികമായിട്ട് പരിപാലനം ചെയ്യുന്നില്ല എന്നുള്ള കാരണം കൊണ്ടാണ്. കാരണം ഞാൻ നിത്യകർമാനുഷ്ഠാനങ്ങളിൽ ഒരു തെറ്റും വരുത്തിയിട്ടില്ല. സത്യസന്ധമായിട്ട് എപ്രകാരം ബ്രാഹ്മണൻ ജീവിക്കുന്നു അപ്രകാരം ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള ഒരു ദുഃഖം വരുന്നുണ്ട്. 1, 2 അല്ല, 7, 8, 9 കുട്ടികളായി. അപ്പോൾ അതിൻ്റെ കാരണം നിങ്ങൾ ധാർമ്മികമായിട്ട് രാജ്യം ഭരിക്കാത്തതിൻ്റെ കാരണമാണ് ഞങ്ങൾക്ക് ഈ ദോഷങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് എന്നൊക്കെ വന്ന് കുറേ നിലവിളിച്ച് ആ കുട്ടിയും കൊണ്ട് പോകും. ഇതിപ്പോൾ ഓരോ കുട്ടി മരിക്കുമ്പോഴും ചെയ്യാറുണ്ട്. പക്ഷെ ഭഗവാൻ ഇതൊന്നും കേട്ടതായിട്ട് വിചാരിച്ചില്ല എന്നാണ് പറയുന്നത്. ഏതായാലും ഇപ്രാവശ്യം ആ 8ാമത്തെ കുട്ടി മരിച്ചു എന്ന് പറഞ്ഞ സമയത്ത് അവർ ആ കുട്ടിയും എടുത്തുകൊണ്ട് വിലാപിച്ചുകൊണ്ട് വരുന്ന സമയത്താണ് അർജുനൻ ഭഗവാനെ കാണാനായി പോയി. സുധർമ്മ അവിടെ ഇരിക്കുകയാണ് അർജുനൻ ഭഗവാന്റെ അടുത്ത്. ഈ ബ്രാഹ്മണൻ വന്ന് കുറെ ഭഗവാനെ, ബലരാമസ്വാമിയെ, ഇവരുടെ ഭരണത്തെ, ഇവരുടെ സത്യസന്ധതയെ, ധർമ്മത്തെയൊക്കെ ഒരുപാട് പറയും. അദ്ദേഹത്തിൻ്റെ ആവലാതി. ഭഗവാനൊന്നും കേൾക്കാത്തമാരെ അവിടെ അങ്ങനെ തലയും തിരിച്ച് അവിടെ ഇരിക്കുന്നു. പക്ഷേ അർജുനൻ അത് സഹിച്ചില്ല. അർജുനൻ ഉടനെ ചാടി എണീച്ചു. അർജുനൻ ചാടി എണീച്ച് പറഞ്ഞു, എന്താ അങ്ങ് ഈ പറയുന്നത്? ആരും ചോദിക്കാനും കേൾക്കാനില്ല എന്ന് പറഞ്ഞിട്ടാണോ ഇങ്ങനെ ഈ സഭയിൽ വെച്ചിട്ട് ക്ഷത്രിയരെ, അതും ഭഗവാനെയൊക്കെ ഒന്നാക്കാൻ ഇങ്ങനെ കഴിക്കുന്നത്? നിങ്ങളുടെ പ്രശ്നം എന്താ? ജനിച്ച ഉടനെ കുട്ടി മരിക്കണമെന്നുള്ളതല്ലേ? അടുത്ത കുട്ടിയെ ഞാൻ രക്ഷിച്ചു തരാം, അങ്ങനെയൊക്കെ അതല്ലേ വേണ്ടു, പൊക്കോളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇയാള് അർജുനന്റെ മുഖത്തേക്കൊന്ന് നോക്കി, എന്നിട്ട് ചോദിച്ചു, നീ ആരാ? നീ സംഘർഷണനാണോ? നീ പ്രദ്യുമ്നാണോ? നീ അനിരുദ്ധനാണോ? നീ ആരാ? നിന്റെ വാക്ക് ഞാനെങ്ങനെയാ വിശ്വസിക്കുക എന്ന് ചോദിച്ചപ്പോൾ അർജുനൻ പറഞ്ഞു, നാഹം സംഘർഷണോ ബ്രഹ്മൻ നൃഷ്ടേവജ അഹം വാ അർജുനോ നാമ ഗാന്ധീവം വൈധരു. ആ ഗാന്ധീവം എടുത്തിരിക്കുന്ന ഞാൻ അർജുനനാണ്. ഞാൻ കൃഷ്ണനും സംഘർഷണനും അനിരുദ്ധനും പ്രദ്യുമ്നൊന്നുമല്ല.
അർജുനനായി വാക്ക് തരുന്നത്. മാത്രമല്ല ഞാൻ പറഞ്ഞ വാക്ക് വാക്കാ. അത് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിലുണ്ടല്ലോ, എൻ്റെ മുമ്പിൽ ഞാൻ അഗ്നിയിൽ ചാടി എൻ്റെ ദേഹത്തെ തിരിക്കും. പൊക്കോളൂ എന്ന് പറഞ്ഞു. ശരി, ഉറപ്പല്ലേ, അഡ്രസ്സ് തരുമെന്ന് പറഞ്ഞു. ഹസ്തനാപുരില അഡ്രസ്സൊക്കെ എഴുതി മേടിച്ചു. എന്നിട്ട് ബ്രാഹ്മണൻ പോയി. ബ്രാഹ്മണൻ്റെ പത്നി ഗർഭിണിയായി, വീണ്ടും 9 മാസമായി. പ്രസവം അടുത്തു എന്ന് പറഞ്ഞപ്പോൾ ഒരാളെ പറഞ്ഞയച്ചു കൊടുത്ത അഡ്രസ്സിലേക്ക് അർജുനനെ കാണാനായിട്ട്. ആളെ പോയിട്ട് പറഞ്ഞു, ഇത് അതേമാതിരി ഇന്ന ബ്രാഹ്മണൻ പറഞ്ഞിട്ടാണ് വരുന്നത്, അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതനുസരിച്ചിട്ട് വരാൻ പറഞ്ഞു. ഓ നിൽക്കൂതാ വരാമെന്ന് പറഞ്ഞു. അർജുനനകത്ത് പോയി ഗാന്ധിയും എടുത്തു, ശസ്ത്രങ്ങളൊക്കെ എടുത്തു, തയ്യാറായി. രഥമൊക്കെ തയ്യാറാക്കുമ്പോൾ ദ്രൗപദി ചോദിച്ചു, എന്നടായി പെട്ടെന്ന് തുറന്ന്, ഇല്ല ഒരു ലേബർ കേസ് ഉണ്ട്, അറ്റൻഡ് ചെയ്യാനായിട്ട് പോവുക എന്ന് പറഞ്ഞു. അവിടെ നിന്ന് രഥത്തിൽ കയറി ഇയാളെയും കൂട്ടിയിട്ട് ദ്വാരകയ്ക്ക് എത്തി. അവിടെ എത്തിയിട്ട് സമയമൊക്കെ നോക്കി. അപ്പോൾ പറഞ്ഞു, ഇവിടെ ഒന്നും താമസിക്കാൻ പറ്റില്ല. അപ്പോൾ എവിടെയാണ് താമസിക്കുന്നത്? ഞാനൊരു ലേബർ റൂം ഉണ്ടാക്കുന്നുണ്ട്, ആ ലേബർ റൂമിൽ വന്നാലേ കാര്യമാവുള്ളൂ എന്നും. അങ്ങനെ ആദ്യമായിട്ട് പ്രസവമുറി ലേബർ റൂം ഉണ്ടാക്കിയത് അർജുനനാത്രേ. തൻ്റെ ഗാന്ധീവം കൊണ്ട്, അസ്ത്രം കൊണ്ട് നല്ലൊരു ലേബർ റൂം ഉണ്ടാക്കി. വായുവിന് പോലും അതിനകത്ത് പ്രവേശിക്കാൻ കഴിയാത്ത മാതിരി ഒരു റൂം അതൊക്കെ ഉണ്ടാക്കി അവിടേക്ക് മാറ്റി ഷിഫ്റ്റ് ചെയ്തു. പുറത്ത് അർജുനനുണ്ട്, ഗാന്ധീവം വെച്ചുകൊണ്ട്. എന്തായാലും പ്രസവിച്ചു എന്നെങ്ങനെ അറിയാമെന്ന് പറഞ്ഞാൽ കുട്ടിയുടെ കരച്ചിൽ കേട്ടു. അപ്പോൾ ബ്രാഹ്മണന് സന്തോഷമായി, പ്രസവിച്ചുല്ലോ എന്ന് പറഞ്ഞിട്ട്. പതിവ് മാതിരി കുട്ടി ഇപ്പം പ്രാവശ്യം കാണാൻ കഴിയും. സാധാരണ എന്താ പതിവ് എന്ന് പറഞ്ഞാൽ കുട്ടി അവിടേക്ക് പോവും, കുട്ടി മരിച്ചിട്ടുണ്ടാവും, മരിച്ച മൃതപുത്രനെ കാണാൻ കഴിയുള്ളൂ. ഇപ്രാവശ്യം കുട്ടിയെ കാണാൻ കഴിയുമെന്ന് വിചാരിച്ചിട്ട് അർജുനൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അവിടെ പോയി കട്ടിലൊക്കെ തെരയുമ്പോൾ കുട്ടിയെ തന്നെ കാണില്ല. മറ്റേത് മരിച്ച കുട്ടിയെങ്കിലും കിട്ടിയിരുന്നു, ഇപ്പോൾ കുട്ടിയെ കാണാനില്ല. അതിനകത്ത് പുറത്തേക്ക് വന്നിട്ട് പറയും, വലിയ കാര്യമൊക്കെ പറഞ്ഞില്ലെങ്കിൽ ഞാൻ അതാണ് ഇതാണ് ഗാന്ധീവധാരിയാണ് അർജുനനാണ് എന്നൊക്കെ വലിയ ഉടലൊക്കെ വിട്ടുപോയി. ഇനി ഇപ്പൊ സാധാരണ മരിച്ച ആ കുട്ടിയുടെ മുഖമെങ്കിലും കാണാൻ പറ്റി, ഇപ്പൊ ആ കുട്ടിയെ തന്നെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അർജുനൻ പോയി നോക്കി, സംഗതി ഇല്ല, കുട്ടിയെ ഇല്ല. അകത്ത് ചിന്താവിഷ്ടനായി. അതൊന്നും തിരുവല്ല, എവിടെ ഉണ്ടെങ്കിലും ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അഷ്ടദിക്പാലന്മാരുടെ അടുത്തൊക്കെ പോയി അന്വേഷിച്ചു, അവിടെ ഒന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞു. യമൻ്റെ അടുത്ത് പോയി, യമലോകത്തിൽ ഇന്ദ്രലോകത്തിൽ പോയി. അതിനൊക്കെ കഴിവുള്ള ആളാണ് ആരെ? അർജുനനെ. എല്ലാ സ്ഥലത്തും പോയി, പക്ഷെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കുട്ടിയെ എല്ലാവരും പറയുന്നത് ഇവിടെ അങ്ങനെ ഒരു കേസ് വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ചിത്രഗുപ്തൻ പറഞ്ഞ അങ്ങനെ ഒരു കേസേ ഇല്ല എൻ്റെ ഡയറിയിൽ, എന്നാലല്ലേ ഇപ്പം അന്വേഷിക്കാൻ പറ്റൂ, കേസന്നെ ഇല്ല എന്നാണ് പറയുന്നത്. അവസാനം എല്ലാ ലോകങ്ങളും ചെറ്റി എവിടെയും കിട്ടാനില്ല എന്ന് പറഞ്ഞപ്പോൾ മുഖം താഴ്ത്തി വന്നു. ഇവിടെ വരുമ്പോഴേക്കും ബ്രാഹ്മണൻ ആ അഗ്നിയൊക്കെ തയ്യാറാക്കി വെച്ചിരുന്നു. ഇനിയിപ്പോൾ വലിയതായിട്ട് കഷ്ടപ്പെടണം, നേരെ ചാടിയാൽ മതി, ഇനിയിപ്പോൾ ഉണ്ടാക്കാനായിട്ട് കഷ്ടപ്പെടണ്ടെന്ന് പറഞ്ഞ് തയ്യാറാക്കി വെച്ചിരിക്കുക. എന്താ ചെയ്യാപ്പം നിവർത്തിയൊന്നുമില്ല, പറഞ്ഞ വാക്കാണല്ലോ ക്ഷത്രിയന്. ശരിയെന്ന് പറഞ്ഞിതാ എടുത്ത് ചാടാൻ അഗ്നിയിലേക്ക് തയ്യാറാക്കുമ്പോഴാണ് ഒരാൾ വന്ന് കൈ പിടിക്കണം. തിരിഞ്ഞു നോക്കിയപ്പോൾ കൃഷ്ണനാണ്. പറഞ്ഞു, എന്താ അർജുന ചെയ്യണത്? എന്താ ഇപ്പം ഞാൻ ചെയ്യുക? വേറെ വഴിയൊന്നുമില്ല, ഇവിടെ എല്ലാ സ്ഥലത്തും ഞാൻ അന്വേഷിക്കാനൊന്നുമില്ല, പോയി എല്ലാ സ്ഥലത്തും അന്വേഷിച്ചു കിട്ടുന്നില്ല. ഇനിയിപ്പോൾ പറഞ്ഞ വാക്കല്ലേ, എന്താ ചെയ്യുക? മരിക്കുക, അതേ നിവർത്തിയുള്ളൂ, ചാടാനാ നിൽക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ എന്നാ ഒരു കാര്യം ചെയ്യുക, എൻ്റെ കൂടെ വായോ, നമുക്കൊന്നും ഒരു സ്ഥലം വരെ പോയിട്ട് വരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാന്റെ രഥത്തിൽ കയറി അർജുനനും ഭഗവാനും കൂടിയിട്ട് പോയി എന്നാണ് പറയണത്. ആ മുകളിലുള്ള 6 ലോകങ്ങളും കടന്ന് ലോകാലോകത്തിലേക്ക് എത്തി. ലോകാലോകത്തിലേക്ക് എത്തുമ്പോൾ ലോകാലോകത്തിൽ ഇരുട്ടാണ്. ആ ഇരുട്ടിൽ കുതിരകൾക്ക് ഓടാൻ പറ്റിയില്ല എന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണൻ തൻ്റെ സുദർശന ചക്രത്തിനെ അയക്കണു. ആ സുദർശന ചക്രത്തിൻ്റെ വെളിച്ചത്തിൽ കുതിരകളെ രഥവും മുന്നോട്ട് പോയി. പിന്നീട് കുറേ കഴിഞ്ഞപ്പോഴാണ് ഭഗവാന്റെ ആ വൈകുണ്ഠം അവിടെ പ്രത്യക്ഷമായിട്ട് കണ്ടത്. വൈകുണ്ഠത്തിലെത്തി ഭഗവാൻ അനന്തശേഷനായിട്ട് ലക്ഷ്മി പരിസേവിതനായിട്ടിരിക്കുന്ന ഭഗവാനെ കണ്ടു. അർജുനനും കൃഷ്ണനും കൂടി വന്ന സമയത്ത് ഭഗവാൻ മഹാവിഷ്ണു പുഞ്ചിരി തൂക്കി ഒരു എന്ന് പറഞ്ഞു. അവരെ വിളിച്ചിരുത്തി. എന്നിട്ട് പറഞ്ഞു, നിങ്ങളെ 2 പേരെയും കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അതിനാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. ഇങ്ങോട്ട് എന്തിനാന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കാര്യത്തിനാണ് ഞാൻ പറഞ്ഞയച്ചത്.
നിങ്ങൾ നരനാരായണന്മാരാണ് രണ്ടുപേരും. അർജുനൻ നരനും ഭഗവാൻ നാരായണനുമാണ്. നിങ്ങൾക്കൊരു ദൗത്യമൊക്കെ തന്നിട്ടാണ് പറഞ്ഞയച്ചത്. ആ ദൗത്യങ്ങളൊക്കെ പെട്ടെന്നെല്ലാം കഴിച്ച് നിങ്ങൾക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാനുള്ള സമയമായി. അത് നിങ്ങളെ ഒന്ന് അറിയിപ്പിക്കണം. അതിനുവേണ്ടി ഞാൻ ചെയ്ത ലീലയ ഈ കുട്ടികളൊക്കെ എൻ്റെ അടുത്തുണ്ട് എന്ന് പറഞ്ഞ് അവരെ അനുഗ്രഹിച്ച് ഈ കുട്ടികളെയൊക്കെ യഥാ വയസ്സെന്നൊക്കെയാണ് പറയണത്. അതായത് ആദ്യം പറഞ്ഞ കുട്ടിക്ക് ഇപ്പോൾ 9 വയസ്സായി, രണ്ടാമത്തെ കുട്ടിക്ക് 8 വയസ്സായി. അങ്ങനെ ഇതപ്പോൾ കൊണ്ടുവന്ന കുട്ടിക്ക് ഇതപ്പോൾ പ്രസവിച്ചിട്ടേ ഉള്ളൂ ചെറിയ കുട്ടി. ആ യഥാ വയസ്സിൽ ആ കുട്ടികളെ തിരിച്ചു കൊടുത്ത് അനുഗ്രഹിക്കും. അങ്ങനെ ആ കുട്ടികളെയും കൊണ്ട് തിരിച്ച് ഇവിടേക്ക് എത്തും. എന്നിട്ട് ബ്രാഹ്മണന് ആ കുട്ടികളൊക്കെ കൊടുക്കും. അങ്ങനെ ആ ബ്രാഹ്മണൻ സന്തോഷമായി ഭഗവാന്റെയും കൃഷ്ണന്റെയും അർജുനന്റെയും ആ ശക്തി വീര്യം മനസ്സിലാക്കി അവരെ നമസ്കരിച്ച് താൻ ചെയ്തതിൽ പശ്ചാത്തപിക്കും എന്ന് പറഞ്ഞ സന്താന ഗോപാലൻ എന്ന് പറഞ്ഞ കഥ. ഇവിടെ അതിന്റെ കാരണങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഒറ്റേരിപ്പാട് നാരായണത്തിൽ പറയുന്നത് ജിഷ്ണോർ ഗർഭം വിദുഷ്ടാണ്. അർജുനനൊരു ഗർഭം ഉണ്ടായിരുന്നു. ഞാൻ വില്ലാളി വീരനാണ്, എൻ്റെ ഗാന്ധികം കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റാത്തതൊന്നുമില്ല, എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നുള്ളൊരു ഗർവം. ആ ഗർവമാണല്ലോ കാണിച്ചത്. കാരണം ഭഗവാനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ഭഗവാൻ തലതിരിച്ച് ഇരിക്കുന്നതായിട്ടുള്ള ഒരു കാര്യത്തിന് ഈ അർജുനന് ചെന്ന് ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല. ഭഗവാനുണ്ട്, ബലരാമസ്വാമി ഉണ്ട്, രണ്ടുപേരുണ്ട്. അവര് ഈ ബ്രാഹ്മണൻ പറയണത് കേട്ടുമുണ്ടാതിരിക്കും ഒരു ഭാഗം. ഈ അർജുനനെ ഇടപെടേണ്ട വല്ല ആവശ്യമുണ്ടോ? ഭഗവാനെ കൊണ്ട് കഴിയാത്താണോ അപ്പൊ അർജുനനെ കൊണ്ട് കഴിയുക? പക്ഷെ അയാളുടെ ചാടി വീണു. എന്നിട്ട് പറഞ്ഞു എനിക്ക് ചെയ്യാൻ കഴിയുന്നു. എന്താ കാരണം? ഗർവം. അല്ല, നമുക്കും അങ്ങനെയുള്ള ഗർവങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ അർജുനന്റെ ഗർവ ശമനത്തിനായിക്കൊണ്ട് ചെയ്തതായിട്ടുള്ള ആ സന്താന ഗോപാലം എന്ന് പറഞ്ഞ ലീല പാരായണത്തിന് അതിനുശേഷം ഈ സംഗ്രഹമായിട്ട് ഇതുവരെ പറഞ്ഞ 90 അധ്യായങ്ങളിലുള്ള കാര്യങ്ങളെ സംഗ്രഹമായിട്ട് പറഞ്ഞ് നിരോധം എന്ന് പറഞ്ഞ ലക്ഷണത്തോടു കൂടിയ ദശമസ്കന്ധം അവിടെ അവസാനിച്ചു. പിന്നീട് പോകുന്നത് 11ാമത്തെ സ്കന്ധത്തിലേക്കാണ്. 11ാമത്തെ സ്കന്ധത്തിന്റെ ലക്ഷണം മുക്തി എന്നുള്ള ഇതാണ്. മുക്തി എങ്ങനെ നേടാം, അല്ലെങ്കിൽ എന്തിനു നേടണം, അതിൻ്റെ ഉപാധികളെ പറഞ്ഞു മനസ്സിലാക്കി തരുന്നതായിട്ടുള്ള മുക്തിസ്കന്ധം. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞു, തൃതീയ സ്കന്ധത്തിലുള്ള കാബിലേയം, ചതുർത്ഥ സ്കന്ധത്തിലെ വ്യഞ്ജനോപാഖ്യാനം, പഞ്ചമസ്കന്ധത്തിലെ ഋഷഭോപദേശം, ഭരതോപദേശം എന്നീ ആത്മജ്ഞാനങ്ങളെ ഉപദേശിക്കുന്ന ആ ഭാഗങ്ങൾ കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു മനനം എന്നുള്ള രീതിക്കാണ് ഏകാദശത്തിൽ ഈ മുക്തിസ്കന്ധത്തിൽ ആത്മോപദേശങ്ങളെ ഉദ്ധവനെ ഉപദേശിക്കുന്നത്, ഭഗവാൻ ഉപദേശിക്കുന്നതുമായി ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞു. നിരോധം എന്നുള്ള ആ ഒരു ലക്ഷണത്തോടു കൂടിയ അധ്യായത്തിലൂടെ കൃഷ്ണകഥകളെ എല്ലാം കേട്ടിരിക്കുന്ന നമുക്കായില്ലെങ്കിലും ശ്രദ്ധയോടുകൂടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള പരീക്ഷത്തിന് ഇപ്പോൾ സകലവിധമായിട്ടുള്ള വിഷയവിചാരങ്ങളും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്നും പോയി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം ആ മനസ്സിൽ എന്താ ഉള്ളതെന്ന് ചോദിച്ചാൽ കൃഷ്ണൻ മാത്രമേ ഉള്ളൂ, ഭഗവാൻ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു അണുകിട പോലും മറ്റൊന്നും തന്നെ ഇല്ല. അങ്ങനെയുള്ള ആ പരീക്ഷത്തിന് വീണ്ടും ആത്മോപദേശം പൂർണ്ണമാക്കാനാക്കിക്കൊണ്ട് ഈ മുക്തിസ്കന്ധത്തിൽ കൂടി ആത്മോപദേശങ്ങളെ പറഞ്ഞു കൊടുക്കുന്നതായിട്ടുള്ള കഥകളാണ്. അതിൽ തുടങ്ങുന്ന ആദ്യത്തെ അധ്യായത്തിൽ തന്നെ സപ്തഋഷികളെ ഭഗവാനെ കാണാൻ വരുന്ന ഭാഗമാണ് ആദ്യം പറയുന്നത്. കാരണം ഒരുപാട് കാലമായി ഭഗവാൻ ധ്യാനത്തിലാണ് ഇരിക്കുക, മറ്റുള്ള കാര്യങ്ങളിലൊന്നും ചിന്തിക്കുന്നില്ല. മാത്രമല്ല ഋഷികൾക്ക് മനസ്സിലായി ഭഗവാൻ സുധാമത്തിലേക്ക് പോകാനുള്ള സമയമായിരിക്കുന്നു. ആ മനുഷ്യരൂപത്തിൽ വന്നിട്ടുള്ള ശ്രീഹരിയെ കാണാനായി അവസാനമായി കിട്ടുന്ന ഒരു സന്ദർഭമാണ്. അപ്പോൾ ഭഗവാനെ കണ്ട് നമസ്കരിച്ച് ഭഗവാനിൽ നിന്നും ഉപദേശങ്ങളെ അനുഗ്രഹങ്ങളെല്ലാം സ്വീകരിക്കാനായിക്കൊണ്ട്
അവർ തപസ് ചെയ്തിട്ടൊക്കെ ഭഗവാനെ പിന്നെ കാണാറുണ്ട്. പക്ഷെ ഇപ്പം തപസ്സിൻ്റെ ഒന്നും ആവശ്യമില്ല, നേരെ പോയാൽ കാണാൻ കഴിയും ഭഗവാനെ സ്വരൂപത്തിൽ എന്ന് വിചാരിച്ച് ഭഗവാനെ കാണാനായിട്ട് ദ്വാരകയിലേക്ക് വരുന്നു. സപ്തഋഷികളെ സ്വീകരിച്ച് അവരുടെ പാദപൂജയെല്ലാം ചെയ്ത് നമസ്കരിച്ച് അവർ പറയുന്നതൊക്കെ ഭഗവാൻ കേട്ടു. അവർക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ ഭഗവാൻ കൊടുത്തു. അവരും ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് ഇതാ പ്രസ്ഥാനം ചെയ്യുന്നു. അങ്ങനെ അവരെ തിരിച്ച് പോകാൻ വരുന്ന സമയത്താണ് ജാമ്പവതി പുത്രനായിട്ടുള്ള സാമ്പനെ ഒരു സ്ത്രീയുടെ വേഷം കെട്ടിച്ച് ആ വയറിലെ ഗർഭവതിയാണ് എന്ന് തോന്നിക്കുന്ന മാതിരി തുണികളൊക്കെ വെച്ച് കെട്ടിച്ച് മറ്റുള്ളവരെല്ലാവരും കൂടി ആ സപ്തഋഷികളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ട് അവിടെ ചോദിക്കുന്നുണ്ട്, കിംസ്വിൽ സഞ്ജനിഷ്യതി, വിനാശകാലെ വിപരീതം ചോദിച്ചാൽ മതി. ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ജനിക്കുക എന്ന് ചോദിച്ചാൽ മതി. അങ്ങനെയല്ല ചോദിച്ചത്. കിംസ്വിൽ, എന്ത് ജനിക്കുന്ന ചോദിച്ചത്. ഋഷികളെ പ്രധാനജ്ഞാനികളാണ്. അവർ വിചാരിച്ചു ഭഗവാന്റെ പുത്രന്മാര്, ഭഗവാൻ പോലും നമ്മളെ ഇത്രയധികം ആദരിക്കുമ്പോൾ ഈ ഭഗവാന്റെ പുത്രന്മാർ എത്ര തലതെറിച്ച വിത്തുകളായല്ലോ എന്ന് അവർ ജ്ഞാനം കൊണ്ട് കണ്ടു. നോക്കി അവരെന്താ ഇവരിങ്ങനൊക്കെ സംസാരിക്കാനുള്ള കാരണമെന്ന് മനസ്സിലായി. ഭഗവാന്റെ തന്നെ നിയുക്താണ്. കാരണം ഭഗവാൻ സ്വയവും ബലരാമസ്വാമിയോടും കൂടി ഒരുപാട് ഒട്ടനവധി ഭൂഭാരികളായിരിക്കുന്ന ക്ഷത്രിയന്മാരെയെല്ലാം വധിച്ചു കഴിഞ്ഞു. പിന്നെ അവശേഷിച്ച കുറെ ക്ഷത്രിയന്മാരെ, അധർമ്മികളായിട്ടുള്ള ക്ഷത്രിയന്മാരെയെല്ലാം മഹാഭാരത യുദ്ധം കൊണ്ട് പാണ്ഡവന്മാരെ കൊണ്ട്, പ്രത്യേകിച്ച് അർജുനൻ, ഭീമൻ മുതലായവരെ കൊണ്ട് കൊല്ലിച്ചു കഴിഞ്ഞു. ഇപ്പോ പുറമെ അധർമ്മികളായിട്ടുള്ള ക്ഷത്രിയന്മാരൊന്നുമില്ല. പക്ഷേ തൻ്റെ കുലത്തിലുള്ള തൻ്റെ മക്കളും പേരക്കുട്ടികളും തന്നെ ഭൂമിക്ക് ഭാരമായിട്ടിരിക്കുക. കാരണം ബലരാമസ്വാമിയും കൃഷ്ണനും ഉള്ള കാലത്തോളം ഒന്നും തന്നെ ദ്വാരകയ്ക്ക് സംഭവിക്കില്ല എന്നുള്ള മതോന്മത്തരായിട്ടുള്ള അവര് മധുരയും മധുരാക്ഷികളുമായിട്ട് അധർമ്മങ്ങൾ ചെയ്ത് നടക്കുക ചെയ്യുന്നത്. ഇനി ഇവരായിരിക്കും അടുത്ത ഭൂമിക്ക് ഭാരമായിട്ട് ഭവിക്കുക. താൻ തന്നെ മറ്റുള്ളവരെ കൊന്നതുമാതിരി വധിച്ചതുമാതിരി താൻ തന്നെ ഇവരെ വധിക്കുക എന്നുള്ളത് ശരിയായ കാര്യമല്ല. സ്വന്തം കുലത്തെ താൻ നശിപ്പിച്ചാൽ അതൊരു പ്രമാണമായിട്ടെടുക്കും. അപ്പോൾ എല്ലാവരും കുലം അവനവൻ്റെ കൈ കൊണ്ട് നശിക്കരുത്. അതിനുള്ള ഒരു ഉപാധി ഭഗവാൻ ഇവിടെ എടുത്തതാണ് ഈ ഋഷികളെ കൊണ്ടുള്ള ശാപം കൊടുക്കുക എന്നുള്ളത്. അത് മനസ്സിലായി ഋഷികൾക്ക്. അവര് പറഞ്ഞു, ഏവം പ്രലബ്ധ മണിയസ്ഥാനു കുപിത നൃപ ജനീഷ്യതിവോ മന്ദ മുസലം കുലനാശനം എന്ന് പറഞ്ഞ് ശ്രമിച്ചു. എന്തായാലും നിങ്ങൾ ചോദിച്ചില്ലേ എന്താ ജനിക്കുക എന്നുള്ളത്. മുസലം ഒരു ഇരുമ്പിന്റെ ഉലക്കയാണ് ജനിക്കുക. അതുകൊണ്ട് കുലനാശനം നിങ്ങളുടെ യാദവകുലം മുഴുവൻ നശിക്കും എന്നും പറഞ്ഞു. എന്നിട്ട് അവര് പോയി. ഋഷികൾ പോയ സമയത്താണ് ഇവരെ ആ സാമ്പന്റെ കെട്ടൊക്കെ അഴിച്ചത്. പക്ഷെ അഴിച്ചു വന്നപ്പോഴാണ് അതിനകത്തൊരു ഇരുമ്പലൊക്കെ ഇരിക്കുന്നു ആ കെട്ടിനകത്ത്. ഇത് കണ്ടപ്പോൾ എല്ലാവർക്കും ഭയമായി. ഓടിച്ചെന്നു. ഉഗ്രസേന മഹാരാജാവിൻ്റെ അടുത്ത് വിവരങ്ങളൊക്കെ പറഞ്ഞു. ബലരാമസ്വാമി ഉണ്ടായിരുന്നു, കൃഷ്ണൻ ഉണ്ടായിരുന്നില്ല. ഈ വിവരങ്ങളൊക്കെ കേട്ടപ്പോൾ അവർക്കും മനസ്സിന് വിഷമമായി. ഏതായാലും എല്ലാവരും കൂടി തീരുമാനിച്ചു സമുദ്രത്തിൽ പോയിട്ട്, അവിടെ ഉണ്ടാകുന്ന സമുദ്രത്തിൽ ദ്വാരകയുടെ കടലിൽ പോയിട്ട് ഈ ഇരുമ്പുലക്കിയോ ഒരച്ചൊരച്ച് പൊടിയാക്കി കളയുക, വെള്ളത്തിൽ കലക്കി. അപ്പൊ പിന്നെ അതുകൊണ്ട് ഒന്നും ആവില്ലല്ലോ. മാത്രമല്ല ഇതൊന്നും കൃഷ്ണനോട് പറയാൻ പോകണ്ട. കാരണം ഭഗവാൻ അറിഞ്ഞാൽ ഭഗവാൻ ക്രോധിക്കും. അത് കാരണം കൊണ്ടില്ല ഇപ്പൊ ഈ ഇരുമ്പുലക്കൊന്നും വേണ്ട. ഭഗവാൻ അപ്പം തന്നെ എല്ലാവരെയും കഥകളിക്കും. അപ്പോൾ കൃഷ്ണനോട് പറയാനൊന്നും കൊണ്ട് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ അതനുസരിച്ച് പോയി അവരായിരുന്നതിലേക്ക് ഒരച്ചൊരച്ച് പൊടിയാക്കി കളഞ്ഞൊന്നും അതിൽ ഒരു ചെറിയൊരു ഭാഗം വന്നതിനെ സമുദ്രത്തിലേക്ക് എറിഞ്ഞു എന്ന് പറയുന്നു. പിന്നീട് കഥ പറയുമ്പോഴാണ് ഈ അരച്ച്, അതായത് പൊടിയാക്കി സമുദ്രത്തിൽ കലക്കിയ ഈ ഇരുമ്പിൻ്റെ കഷ്ണങ്ങൾ പോയിട്ട് പ്രഭാസ തീരത്തിലുള്ള ഏലക്കപ്പലിൽ അടിഞ്ഞുകൂടി
ആ ഇലകപ്പുല്ലെല്ലാം വിഷപ്പുല്ലായി മാറിയെന്നും ഈ അവശേഷിച്ച ഒരു ഭാഗം മത്സ്യം കഴിച്ചു എന്നും ആ മത്സ്യനെ ഒരു വേടൻ പിടിച്ചു, ആ വേടൻ ആ ബാക്കി ഭാഗം കൊണ്ട് നല്ലൊരു അമ്പുണ്ടാക്കി എന്നും ആ അമ്പാണ് പിന്നീട് ഭഗവാന്റെ സ്വധാമഗമനത്തിന് മുമ്പ് അവൻ പ്രയോഗിച്ചതെന്നും ഈ ഏലപ്പുല്ലുകളെ കൊണ്ടാണ് യാദവ വംശം നശിച്ചതെന്നും നമുക്ക് ഇതിലേക്ക് പോകുമ്പോൾ ദീർഘമായിട്ട് പറയുന്നു, സൂചിപ്പിച്ച് പറയുന്നു. അങ്ങനെ ആ ശാപം കിട്ടി, ആ ശാപത്തിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെട്ടു എന്നൊക്കെ അവരെ വിചാരിച്ചിരുന്നു. ശ്രീകൃഷ്ണ ഭഗവാനാണെങ്കിൽ പണ്ടത്തെ പോലെയൊന്നല്ല, രാജ്യഭരണത്തിന്റെ കാര്യത്തിലൊന്നും ശ്രദ്ധ വയ്ക്കാറില്ല. കുട്ടികളൊക്കെ തോന്നിവാസം കാണിച്ച് താന്തോന്നികളായിട്ട് നടക്കണം, പക്ഷെ അവരെയും ദണ്ഡിക്കുകയോ വിളിക്കുകയോ പറയുകയോ ഒന്നും ചെയ്യണില്ല. ഭഗവാൻ ആരെങ്കിലും വന്നാൽ അവരെ കാണും, അല്പനേരം സംസാരിച്ചിരിക്കും, അവർ പോയി കഴിഞ്ഞാൽ ധ്യാനമാണ് ചെയ്യുന്നത്. മാത്രമല്ല ഇപ്പോൾ ഈ ഋഷികളുടെ ശാപം ഇതൊക്കെ കണ്ടപ്പോൾ വസുദേവർക്ക് മനസ്സിന് വലിയ അസ്കതയായി, ദുഃഖമായി, എന്താ ഉണ്ടാവാൻ പോകുന്നതെന്ന് അറിയുന്നില്ല എന്നൊക്കെ അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് നാരദ മഹർഷി അവിടെ വരുന്നത്. നാരദ മഹർഷിയെ കണ്ടപ്പോൾ അല്പം മനസ്സിലൊരു സമാധാനമായി, നമസ്കരിച്ചു. എന്നിട്ട് നാരദനോട് തൻ്റെ മനസ്സിലുള്ള ദുഃഖങ്ങളെയൊക്കെ പറഞ്ഞു. ഇതിനെന്തെങ്കിലും ഒരു പൂമ്പഴി എന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോഴാണ് നാരദ മഹർഷി പറഞ്ഞത്, എന്തായാലും അങ്ങക്ക് ചില വസ്തുതകൾ മനസ്സിലാക്കാൻ പണ്ട് നിമി മഹാരാജാവ് ഒരു യാഗം നടത്തിയ ആ യാഗശാലയിൽ ഋഷഭദേവന്റെ 9 പുത്രനായ കവി, ഹരി, അന്തരീക്ഷ, പ്രബുദ്ധൻ, പിപ്പലായനൻ, ദുർമിളൻ, ആവിർഹോത്രൻ, ചമസൻ, കരഭാജനൻ എന്ന് പറഞ്ഞ 9 ഋഷികള്, നവയോഗി എന്ന അവരുടെ പേര്. അവരെ യാദൃച്ഛികമായിട്ട് യാഗശാലയിൽ വന്നു. ഈ മഹാരാജാവ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള 9 സംശയങ്ങൾ ഇവരോട് ചോദിച്ചു. അതിനായിട്ട് അവരെ ഉത്തരം കൊടുത്തു. ആ ഉത്തരത്തെ ഞാൻ അങ്ങക്ക് പറഞ്ഞു തരാം. അത് കേട്ടാൽ അങ്ങയുടെ മനസ്സിലുള്ള സംശയങ്ങളെല്ലാം തീരും എന്ന് പറഞ്ഞ് പിന്നീട് പോകുന്നത് നിമി നവയോഗി സംവാദത്തിലേക്കാണ്. നിമി നവയോഗി സംവാദം 24 ഗുരുക്കള്, ഹംസാവതാരം എന്ന ഭാഗങ്ങള് നമുക്ക് കുറച്ച് പാരായണം ചെയ്യാൻ ബാക്കിയുണ്ട്. പാരായണങ്ങൾ ചെയ്തതിന് ശേഷം സ്വാമിജി എത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വാമിജിയുടെ സൗകര്യം, അദ്ദേഹവും പ്രഭാഷണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊക്കെ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നോക്കി, പിന്നെ കുട്ടികളുടെ എന്തോ പരിപാടികളുണ്ടെന്നൊക്കെ പറയുന്നു. അപ്പോൾ സമയത്തിനനുസരിച്ച് പറ്റുവാണെങ്കിൽ അത് നമുക്ക് എടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് അവലോകനം ചെയ്യാം. തൽക്കാലം കാരണം പാരായണം ഇന്നത്തെ ഭാഗങ്ങൾ നമ്മൾ സമർപ്പിച്ചേ കഴിയും, അത് ബാക്കി നിർത്താൻ കഴിയില്ലല്ലോ. ഇപ്പം നമ്മൾ ഏകാദശ സ്കന്ധം 3ാം അധ്യായത്തിൻ്റെ പാരായണം നമുക്ക് ആരംഭിക്കാം.